നമ്മളെ പറഞ്ഞെടുത്തേ, എവിടെ പറഞ്ഞെടുത്തേ? അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരാൻ വൈകിയതിന്റെ കാരണം എന്താണ് എന്ന് സഹാബിമാർ അബൂ സുഫിയാനോട് ചോദിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു, മുഹമ്മദ് കഅബയിലേക്ക് വരുന്നതിന്, മക്കയിലേക്ക് ഇസ്ലാമുമായിട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ നാട്ടിലെ എല്ലാ കമ്മിറ്റികളുടെയും പ്രസിഡന്റ് ഞാനാണ്. എല്ലാ സാംസ്കാരിക കമ്മിറ്റി, കഅബയുമായി ബന്ധപ്പെട്ട് എന്ത് വേദികൾ നിങ്ങൾ ഉണ്ടാക്കിയാലും അതിന്റെ കമ്മിറ്റി, നാട്ടുകാർക്കിടയിൽ അക്ഷരാഭ്യാസമുള്ള ആൾ എന്ന വലിയ പരിഗണന, കുടുംബ മഹിമയുടെ പരിഗണന, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പരിഗണനയും കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. മുഹമ്മദ് 13 വർഷം ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു തുടങ്ങിയതോടുകൂടി എനിക്ക് മനസ്സിലായി ഇതൊക്കെ പൊളിയാൻ പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന്. ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിയല്ല. എല്ലാ പ്രസിഡന്റ് സ്ഥാനം പോകാൻ പോവാണ്, എല്ലാം പോകാൻ പോവാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യന്മാർക്കുണ്ടല്ലോ, കറുത്തവർഗക്കാർ തങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു ഇവർക്ക് സങ്കല്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ അബൂലഹബിനോട് പ്രവാചകൻ പറഞ്ഞത്, ബിലാലിന് കിട്ടുന്ന കൺസിഡറേഷനെ നിനക്ക് ഇസ്ലാമിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ തവ്വല്ലക്ക് നീ നശിച്ചോട്ടെ, അങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ കഴിയുമോ ഞങ്ങൾക്ക് എന്നൊരാൾ ചോദിച്ചത്. ബിലാൽ ഇസ്ലാം സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഇസ്ലാം ചരിത്രം പറയുന്നുണ്ട്. ബിലാൽ ഒരു രാത്രി വീട്ടിലിങ്ങനെ, വീടില്ലല്ലോ ബിലാൽ ഉമയ്യത്തിന്റെ ഒട്ടകങ്ങളെ കെട്ടുന്ന തൊഴുത്തിലാണല്ലോ കിടന്നിറങ്ങിയിരുന്നത്. അപ്പൊ ഒട്ടകൻ ഇങ്ങനെ ചാണകം ഇട്ടുകൊണ്ടിരിക്കുന്നു, മൂത്രം അടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പായ വിരിച്ചിട്ടാണ് ബിലാൽ കിടക്കുന്നത്. അപ്പൊ ഒട്ടകത്തിന് ഇവരിങ്ങനെ ഉമയ്യത്തിന്റെ അടിമകൾ, ബിലാലടക്കമുള്ള അടിമകൾ പിന്നെ വെള്ളത്തിലിട്ട് കൊടുക്കുന്ന ഈ വെള്ളം അതിന്റെ ബാക്കി കൂട്ടിച്ചിട്ടാണ് ബിലാലിനൊക്കെ വിശപ്പടക്കേണ്ടത്. മനുഷ്യരെ പോലെ പോലെയല്ല, മൃഗങ്ങളെ പോലെ പരിഗണിക്കപ്പെട്ടിരുന്ന ബിലാൽ. അപ്പൊ ബിലാൽ വഹ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, വഹ്ശിയും അവർക്കിടയിൽ അടിമയാണ്. അപ്പൊ വഹ്ശിയോട് ബിലാൽ എനിക്ക് പറയുന്നുണ്ട്, പിന്നെ നാട്ടിൽ പുതിയൊരു മതം വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു, നമ്മളെ മനുഷ്യരായി പരിഗണിക്കുന്നത്രേ. വഹ്ശിയോട് ബിലാൽ പറയണം, നമ്മളെ ഹ്യൂമൻ ബീങ്സ് ആയി പരിഗണിക്കുന്നത്രേ എന്ന് ബിലാൽ വഹ്ശിയോട് പറയുന്നു. അപ്പൊ വഹ്ശി തിരിച്ചു പറയാണ്, കറുത്തവർഗക്കാർ മനുഷ്യരെ അങ്ങനെ സങ്കല്പിക്കാൻ കഴിയോ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ബ്ലാക്സ് ആയ മനുഷ്യന്മാരും മുഴുവൻ ഒരു കാലത്ത് അവരങ്ങനെ വിചാരിക്കുന്നു, ഞങ്ങൾ മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിർത്തപ്പെടേണ്ടവരാണ്, ഞങ്ങളങ്ങനെ മനുഷ്യർ എന്ന് ഇവരെ പോലെ മൂക്കും നാക്കും ചെവിയും വായും കയ്യും കാലും കണ്ണും ഇവരെ പോലെ സംസാരിക്കുന്നു എന്നതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നിറം കൊണ്ട് മാത്രം മൃഗങ്ങളുടെ കാറ്റഗറിയിൽ പെടുത്തപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് അത്രയും കാലം വിചാരിച്ചിരുന്ന ബിലാൽ പറഞ്ഞു, പുതിയൊരു മതം വരുന്നു. മുഹമ്മദ് പറയുന്നു ആ മതത്തിൽ കറുത്തവർഗക്കാർ അബൂലഹബിനെ പോലെ പരിഗണിക്കപ്പെടുന്നു. കറുത്തവർഗക്കാർ നാട്ടിലെ പൗരപ്രമാണിമാരെ പോലെ ബിലാലൊരിക്കൽ തൊഴുത്തിൽ നിന്ന് എണീറ്റു. എന്നിട്ട് ഇയാളിങ്ങനെ അടിയിൽ മാത്രം ഇടുന്ന ഒരൊറ്റ വസ്ത്രം മേലിങ്ങനെ ഇട്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് പോകുന്നു. പ്രവാചകന്റെ വാതിലിന് മുട്ടി ബിലാൽ. ഉള്ളിൽ പ്രവാചകൻ ചോദിച്ചു, ആരാണ്? ബിലാൽ പറഞ്ഞു, ഞാനാണ് മുഹമ്മദ്, ബിലാൽ എന്ന്. ബിലാലോ എന്ന് പ്രവാചകൻ ചോദിച്ചിട്ട് പ്രവാചകൻ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്ന പാഠം ബിലാൽ പുറകിലേക്ക് ഇങ്ങനെ മാറുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ തൊഴുത്തുന്ന വരുന്നത്, ഇയാളുടെ ശരീരത്തിൽ മൊത്തം ചാണകത്തിന്റെ മണാണ്, മൂത്രത്തിന്റെ മണാണ്, ഒട്ടകത്തിന്റെ തൊഴുത്തുന്ന വരുന്നത്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തു വാ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തു വാ പറഞ്ഞു. ബിലാൽ മടിച്ചു. പ്രവാചകൻ അങ്ങോട്ട് പോയി. എന്നിട്ട് ബിലാലിന് പ്രവാചകൻ ഒന്ന് ഹഗ് ചെയ്യണം. ബിലാൽ പറയാണ്, അബിസീനിയക്കാരിയായ എത്യോപ്യക്കാരിയായ എന്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കൽ എന്നെ ഹഗ് ചെയ്തൊരു ഓർമ്മ എനിക്കുണ്ട്. അതിനുശേഷം ഭൂമിയിൽ മനുഷ്യരായി പിറന്നവരുടെ കൂട്ടത്തിൽ രണ്ടാമതൊരാൾ എന്നെ ഹഗ് ചെയ്യുന്നത് ഇപ്പോഴാണ്. രണ്ടാമതൊരാൾ എന്നെ ഹഗ് ചെയ്യുന്നത് ഇപ്പോഴാണ് എന്ന മനുഷ്യൻ പറഞ്ഞു. അയാളെ പ്രവാചകൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഖുർആൻ പറഞ്ഞിട്ടല്ല, നിസ്കാരം പറഞ്ഞിട്ടല്ല, സ്വർഗം കാണിച്ചു കൊടുത്തിട്ടല്ല. ബിലാൽ ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ സ്വർഗം കിട്ടും, ബിലാൽ ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ അള്ളാഹനെ കാണാൻ പറ്റും, സ്വർഗത്തിൽ മണിമാടുകൾ ഉണ്ടാകും, നാട്ടിലെ ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിച്ചോ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്നല്ല പറഞ്ഞത്. ഉമയ്യത്തിന്റെ അടിമയായി ജീവിച്ചോ, അബൂലഹബിന്റെ തല്ലുകൊണ്ട് ജീവിച്ചോ, അബൂലഹബിന്റെ തല്ലുകൊണ്ട് ഈ നാട്ടിൽ ജീവിച്ചോ, ഇസ്ലാം സ്വീകരിച്ചാൽ ഇതൊക്കെ സഹിച്ചാലും അവസാന സ്വർഗത്തിലേക്ക് എത്താന്നല്ല പറഞ്ഞത്. ഉമയ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിനക്ക് മോചനമുണ്ട്, നാട്ടിൽ തന്നെ നിനക്ക് സ്വർഗം ഉണ്ടാവും, ഈ മനുഷ്യരെ പോലെ കൺസിഡർ ചെയ്യുന്ന ഒരു കാലം വരും എന്ന് ബിലാലിന് പറഞ്ഞു കൊടുത്ത് അത് സാധ്യമാകും എന്ന് അവർക്കിടയിൽ വെളുത്ത വർഗക്കാർക്കിടയിൽ ചുവന്നു കൊടുത്ത ശരീരമുള്ളൊരു മനുഷ്യൻ ബിലാലിനെ ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിലാലിന് അൺഇമാജിനബിൾ ആണ്, സങ്കല്പിക്കാൻ കഴിയാത്താണ്, ഒരിക്കലും സാധ്യമല്ല എന്നാൽ കരുതിയിരുന്നാണ് പ്രവാചകൻ സാധ്യമാക്കിയത്. അതുകൊണ്ടാണ് ബിലാൽ അടി കൊണ്ടത്. അതുകൊണ്ടാണ് ബിലാൽ കൊള്ളേണ്ട അടികൾ മുഴുവൻ നാട്ടിൽ കൊണ്ടത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ. പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകൻ ഇല്ലാത്ത മക്കയിൽ ഞാൻ ഇല്ല എന്ന് പറയാൻ നാളെ പോകുന്നത്. അയാൾ മനുഷ്യരായി പരിഗണിക്കുന്ന ഒരു കാലത്തേക്ക് പ്രവാചകൻ കൈപിടിച്ചു കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ്. 20-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ഹോട്ടലുകളിൽ
ഹോട്ടലുകളിലും നോ എൻട്രി ഫോർ ബ്ലാക്സ് ആൻഡ് ഡോഗ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് 20-ാം നൂറ്റാണ്ടിൽ ജോർജ് ഫ്ലോയിഡ് കൊലഞ്ഞിട്ടുള്ളത് 21-ാം നൂറ്റാണ്ടിലാണ്. ഒരു വെളുത്തുവർഗക്കാരനായ പോലീസുകാരൻ റോട്ടിൽ ഇങ്ങനെ ഇയാളെ കഴുത്തിലേക്ക് മുട്ടുകേർത്ത് വെച്ച് കറുത്തവർഗക്കാരനായതുകൊണ്ട് 2020-ൽ 2018-ൽ 2015 നിങ്ങളുടെ നാട്ടിലെ മനുഷ്യന്മാരെ കറുത്തവർഗക്കാരെ കൊന്നോണ്ടിരിക്കുന്ന കാലത്താണ് 6-ാം നൂറ്റാണ്ടിൽ ബിലാൽ നീ മനുഷ്യനാണ് എന്ന് പറഞ്ഞൊരു പ്രവാചകനെ കുറിച്ച് നമ്മൾ കഥ പറയുന്നത്. എന്ന് പറഞ്ഞൊരു മനുഷ്യനായ പ്രവാചകനെ കുറിച്ച് നമ്മൾ കഥ പറയുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ അത്ര വലിയ പ്രസിദ്ധനൊന്നും അല്ലാത്ത സഹാബിയാണ്. സഹാബിമാർക്കിടയിൽ അത്ര വലിയ പൗരപ്രമുഖനല്ലാത്തൊരു സഹാബിയാണ്. പക്ഷെ പ്രവാചകന് ജാബിറിന് അറിയാം. ജാബിറും പ്രവാചകനും കൂടി ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ജാബിറിന്റെ ഒട്ടകം ഒരു വൃദ്ധനായ ഒട്ടകാണ്. ആ ഒട്ടകം വേച്ചു വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനും ജാബിറും കൂടി ഈ യാത്രക്കിടയിൽ ഒരു സംഭാഷണം നടത്തുന്നു. അപ്പൊ പ്രവാചകൻ ഈ ഇടയിലാണ് അറിയുന്നത് ജാബിറിന്റെ വിവാഹം കഴിഞ്ഞു. ജാബിറിന്റെ വിവാഹം കഴിഞ്ഞ റസൂൽ അറിഞ്ഞിട്ടില്ല. പ്രവാചകൻ പരിഭവം പറയണമായിരുന്നു. ജാബിർ എന്തോ എന്നെ കല്യാണം വിളിച്ചില്ല. നമ്മുടെ നാട്ടിൽ കല്യാണം വിളിക്കാത്തതിന്റെ പേരിൽ മനുഷ്യന്മാർ തെറ്റിയെടുക്കാറില്ലേ? ഓൻ എന്റെ വീട്ടിൽ കല്യാണം വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ജാബിറിനെ അങ്ങനെ കല്യാണം വിളിച്ചിട്ടില്ല റസൂലിനെ. അപ്പൊ ജാബിർ കല്യാണം വിളിക്കാത്തതിന്റെ പരിഭവം പറയുന്നില്ല റസൂല്. എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ ജാബിറിനോട് ചോദിച്ചു, ജാബിർ നീ ഒട്ടകത്തെ കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ജാബിർ തിരിഞ്ഞു നോക്കി. എന്നിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകൻ വയസ്സനായ വേച്ചു വെച്ച് നടക്കുന്ന വേഗതയില്ലാത്ത ഒട്ടകത്തെ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. പ്രവാചകൻ എന്നോട് ചോദിച്ചു, ജാബിർ ഒട്ടകത്തെ കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ജാബിർ പറഞ്ഞു, നിങ്ങൾ എന്ത് വില തരും എനിക്ക്? പ്രവാചകൻ പറഞ്ഞു 2 രൂപ വരുമെന്ന്. 2 രൂപ എന്ന് ചെറിയ വിലയാണത്. അപ്പൊ ജാബിർ ചിരിച്ചു, റസൂല് നിങ്ങൾ തമാശ അടിക്കുകയാണല്ലേ എന്ന്. ആ സമയത്ത് പ്രവാചകനായ യാത്ര കഴിഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ജാബിറിനോട് പറഞ്ഞു, ജാബിർ ഈ ഒട്ടകത്തെ ഞാൻ കൊണ്ടുപോവാണ്, ബിലാലിന്റെ കയ്യിൽ പണം കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് പ്രവാചകൻ വീട്ടിൽ പോയിട്ട് ഒരു 40 ദിർഹം ഒരു പണക്കിടയിലാക്കിയിട്ട് പ്രവാചകൻ ബിലാലിന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പണക്കിടി നീ ജാബിറിനെ ഏൽപ്പിക്കണം. ജാബിറിന് പണം ആവശ്യമുണ്ട്. ഒപ്പം ഈ ഒട്ടകത്തെ കൊടുക്കണം. പ്രവാചകൻ എങ്ങനെയാണ്? ഒരൊറ്റ യാത്രയുണ്ട്. ജാബിറിന് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. അയാൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ആളാണ്. അയാൾ ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കിയത് ജാബിറിന്റെ കണ്ണിൽ നിന്ന് വായിച്ചെടുത്തിട്ടാണെന്നാണ്. പ്രവാചകൻ മനുഷ്യന്റെ വേദന അങ്ങനെ വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ബിലാൽ ജാബിറിന്റെ അടുക്കലേക്ക് പോകുന്നു. ബിലാൽ ജാബിറിന്റെ കയ്യിൽ ഈ 40 ദിർഹമിന്റെ പണക്കിടിയും ഒപ്പം ഒട്ടവും കൊടുത്തു. റസൂലിന് ഒട്ടകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ബിലാലും ജാബിറിന് പണം ആവശ്യമുണ്ടായിരുന്നു. റസൂലിന് ഒട്ടകത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ജാബിറിന് ഒട്ടകവും പണവും ആവശ്യമുണ്ടായിരുന്നു. എന്താണ് പ്രവാചകൻ ഇങ്ങനെ മനുഷ്യർ വേദനിക്കുക, മനുഷ്യർ പ്രവാചകൻ തങ്ങളെ പരിഗണിച്ചില്ലെങ്കിലോ എന്ന് കരുതുക. ഇപ്പൊ റസൂലിന് എപ്പോഴും സമ്മാനം കൊടുക്കുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നില്ലേ? അയാൾ പ്രവാചകൻ സഹാബിമാർ ഇരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകന്റെ കയ്യിൽ വന്ന് പല സമ്മാനങ്ങൾ പ്രവാചകന് കൊടുത്ത് പ്രവാചകന് ചേർത്ത് പിടിച്ച് പോകുന്നൊരു സഹാബി. അയാൾ പ്രവാചകൻ എടുക്കുന്ന ഒരു ദിവസം വന്നു. എന്റെ പ്രവാചകന് ഒരു കുലനിറയെ മുമ്പിൽ കൊടുത്തിട്ടാണ് അയാൾ പോകുന്നത്. പ്രവാചകന്റെ മുമ്പിൽ അയാളിങ്ങനെ കാത്തിക്കാണ്. റസൂല് തിന്നോ എന്നിട്ട് കാത്തിക്കാണ്. പ്രവാചകൻ അതിന് ഓരോന്നെടുത്ത് വായുവിടാൻ പറഞ്ഞു. സഹാബിമാർ മുഴുവൻ പ്രവാചകൻ മുമ്പിൽ നിന്ന് നോക്കി നിൽക്കുന്നു. സഹാബിമാർക്ക് ഇപ്പൊ ഞങ്ങൾക്ക് റസൂൽ വരും, ഇപ്പൊ ഞങ്ങൾക്ക് തരും എന്നവർ നോക്കി നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ ഓരോന്നെടുത്ത് കൂടുതലായി വായിട്ട് ആ മുന്തിരിക്കുല തീർത്തു. ഇയാൾ പോകാൻ വേണ്ടി സഹാബിമാർ കാത്തിക്കണം പ്രവാചകൻ ചൂടാൻ വേണ്ടിട്ട്. അയാൾ പോയി. സഹാബിമാർ പ്രവാചകൻ ചൂടായി, ഞങ്ങളുടെ മോന്തെ നോക്കി തിന്നല്ലേ, ഞങ്ങളുടെ മുഖത്ത് നോക്കി തിന്നല്ലേ എന്ന്. പ്രവാചകൻ പറഞ്ഞു, ആ മുന്തിരി കൊള്ളൂല, ആ മുന്തിരി ചവർപ്പുള്ള മുന്തിരിയായിരുന്നു. ഞാനത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാളുടെ മുമ്പിൽ വെച്ച് ഇത് പുളിയാണെന്ന് പറയൂലേ? അയാൾക്ക് വേദനിക്കൂലേ? അതുകൊണ്ടാണ് അയാൾ പോകട്ടെ എന്ന് കാത്തു നിന്നത് എന്ന്. ചവർപ്പുള്ളൊരു മുന്തിരി അയാളുടെ മുമ്പിൽ വെച്ച് പ്രവാചകൻ പൂജിച്ചുകൊണ്ട് തിന്നാൻ കാരണം അയാൾക്ക് വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്, അയാളെ പരിഹരിക്കുന്നു അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. പ്രവാചകൻ കോപിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കും. റസൂൽ ഒരാളോട് ഭയങ്കര ഒരു ചൂടാവുക കേട്ടുണ്ടോ? റസൂൽ ആരോടും ചൂടായിട്ടുണ്ടോ? ചരിത്രത്തിൽ ഉണ്ടോ? ഉണ്ട്. ഒരുപാട് തവണ റസൂൽ ഒരുപാട് തവണ മനുഷ്യർക്കിടയിൽ ഭയങ്കര സ്നേഹത്തോട് നിൽക്കുന്ന പ്രവാചകൻ പെട്ടെന്നൊരു ദിവസം പൊട്ടിത്തെറിക്കുക, ആളുകളോട് വല്ലാതെ ചൂടാവുക. അങ്ങനെ 1, 2, 3 സംഭവങ്ങൾ, അതിലേറെ സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സെയ്ദ് നിങ്ങൾക്ക് അറിയോ? 19-ാം വയസ്സിൽ ഇസ്ലാമിക ചരിത്രത്തിൽ റോമാ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കറും ഉമർ ഇബ്നു ഖത്താബ് അടക്കമുള്ള
സഹാബിമാർ പലരും പുറകിൽ നിൽക്കെ 19ാമത്തെ വയസ്സിൽ ഇസ്ലാമിന്റെ സൈന്യത്തിൽ നയിച്ച സഹാബിയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായ സഹാബിയുടെ മകൻ സെയ്ദും ഈ ഉസാമത്ത് ബിൻ സെയ്ദും പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ വീട്ടിലേക്ക് വന്നു. അപ്പൊ റസൂൽ ഇവർ രണ്ടാളും ഇങ്ങനെ അടിച്ചു. എന്നിട്ട് അവരുടെ അടുത്ത് നിന്നുകൊണ്ട് ഉസാമയുടെ മുഖത്തോട്ട് പ്രവാചകൻ പറയാണ്, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബിയുടെ മകൻ ഉസാമ. എന്നിട്ട് ആകാശത്തേക്ക് തലയുയർത്തിയിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹുവെ ഞാൻ ഇവരെ രണ്ടാളെ ഇഷ്ടപ്പെടുന്നത് പോലെ നീ ഇവരെ ഇഷ്ടപ്പെടണേ എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഉസാമത്ത് ബിൻ സെയ്ദിനെ നോക്കി പറയാണ്. ഈ ഉസാമത്ത് ബിൻ സെയ്ദിനെ കുറിച്ച് പറയുന്നത് റസൂൽ മരിക്കുന്ന ഹിജ്റ 11 തൊട്ട് മുമ്പ് റോമാ സാമ്രാജ്യത്തിനെതിരെ ഇസ്ലാം ഒരു പടപ്പുറപ്പാട് നടത്തുന്നുണ്ട്, സൈന്യത്തിന് അയക്കാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ഉമർ അൽ ഖത്താബ്, അലി ബിൻ അബി താലിബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ്, സഹാബിമാരുടെ കൂട്ടത്തിൽ യുദ്ധറാവിനുമുള്ള പല ആളുകളുണ്ടായിരിക്കെ പ്രവാചകൻ സഹാബിമാരോട് പറഞ്ഞു, റോമാ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ പോകുന്ന സൈന്യമുണ്ടല്ലോ, റോമയെ നേരിടാൻ പോകുന്ന സൈന്യമുണ്ടല്ലോ, അതിന് നയിക്കാൻ പോകുന്ന ഉസാമത്ത് ബിൻ സെയ്ദാണ് കേട്ടോ, ഉസാമത്ത് ബിൻ സെയ്ദാണ് കേട്ടോ. ഉമർ ഞെട്ടിക്കരിച്ചു. റസൂൽ എന്തി പറയുന്നത്, റസൂൽ എന്തി പറയുന്നത്? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ 19 വയസ്സിൽ 8 പൊട്ടും തിരിയാത്ത 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഡിഗ്രിയിൽ പഠിക്കുന്ന ഒരുത്തനെ പിടിച്ചിട്ട് സൈന്യത്തിന്റെ തലപ്പത്ത് നിർത്തുകയോ? സഹാബിമാര് ചോദിച്ചു. പ്രവാചകൻ മരണക്കിടക്കയിലായിരുന്നു. റോമാ സാമ്രാജ്യത്തിനെതിരെ അപ്പോൾ സൈന്യത്തെ അയച്ചിട്ടില്ല. റസൂൽ മരണക്കിടക്കയിൽ കിടക്കായിരുന്നു. ഈ ഉസാമത്ത് ബിൻ സെയ്ദ് പ്രവാചകനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. പ്രവാചകൻ ആകാശത്തേക്ക് കൈ ഉയർത്തി, റസൂൽ ഈ കുട്ടിയെ നീ സംരക്ഷിക്കണമേ എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രവാചകൻ മരണപ്പെട്ടു. പ്രവാചകൻ മരണപ്പെട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യത്തിന്റെ തലപ്പത്ത്, ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലപ്പത്തെത്തി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് വന്ന് പറഞ്ഞു, റസൂൽ ആ കാലത്തെടുത്ത് തീരുമാനമായിരിക്കും, നമുക്ക് ഉസാമത്ത് ബിൻ സെയ്ദിനെ മാറ്റിയിട്ട് ഖാലിദിനെയോ വേറെ ഏതെങ്കിലും ആളുകളെ ആക്കാം സൈന്യത്തിന്റെ തലപ്പത്ത്. ആദ്യമായിട്ടാണ് നമ്മൾ റോമാ സാമ്രാജ്യത്തിൽ നേരിടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അബൂബക്കർ പറഞ്ഞു, അന്ന് പറ്റൂല, റസൂൽ ചെയ്തതാണല്ലോ ഇത്. അങ്ങനെ ആ സൈന്യത്തെ നയിക്കാൻ വേണ്ടിയിട്ട് ഉസാമത്ത് ബിൻ സെയ്ദ് മുമ്പിൽ നിൽക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് പുറകിൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറകിൽ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പുറകിൽ, ആ സൈന്യത്തിന്റെ തലപ്പത്ത് ഒരു 19 വയസ്സുകാരൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാട്ടിലെ ഭരണം നടത്താൻ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നോട്ടെ എന്ന് 19 വയസ്സുകാരനായ ഉസാമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന്. അനുവാദം കൊടുത്തില്ലെങ്കിൽ നാട്ടിലെ ഖലീഫയും പോകണം യുദ്ധത്തിന്. ഉസാമത്ത് ബിൻ സെയ്ദ് അനുവാദം കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമർ ബിൻ ഖത്താബിനെയും ഞാൻ ഇവിടെ നിർത്തിക്കോട്ടെ എന്ന്. നിർത്തിക്കോളൂ എന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന 19 വയസ്സുകാരൻ ഖലീഫക്ക് അനുമതി കൊടുത്തു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബും ഇല്ലാത്ത ആ സൈന്യത്തെ നയിച്ചുകൊണ്ട് ഉസാമ റോമാ സാമ്രാജ്യത്തിൽ നേരിടാൻ വേണ്ടി പോകുന്നു. ആ യുദ്ധം ജയിച്ച് പടകളിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. സഹാബിമാര് പലരും പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ യുദ്ധചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്രയും സുരക്ഷിതമായി ഒരു സൈന്യം തിരിച്ചു വന്നിട്ടില്ല, അത് ഉസാമയുടെ നേതൃത്വത്തിൽ അല്ലാതെ എന്ന് സഹാബിമാർക്ക് പറയുന്നുണ്ട്. ഉസാമയുടെ സൈനിക പാഠകം പറയാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. ഉസാമ പ്രവാചകന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ഓർത്തെടുക്കുന്നത്. അങ്ങനെ ഉണ്ടോ? പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ എന്നോട് വല്ലാതെ ചൂടായി. ആ ചൂടായ സന്ദർഭത്തിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞുപോയി. അങ്ങനെ ചരിത്രം എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഉസാമ പറയാണ്. ജുഹൈന ഗോത്രത്തിലേക്ക് പ്രവാചകൻ ഒരു വട്ടം ഒരു സൈന്യത്തെ അയച്ചു. അതിൽ ഞാനുണ്ടായിരുന്നു. ജുഹൈന ഗോത്രത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഞങ്ങളോട് പടവെട്ടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു മനുഷ്യൻ എന്റെ മുമ്പിലേക്ക് ചാടി വന്നു. ഞാൻ അയാളെ വെട്ടാൻ നോക്കിയ സമയത്ത് അയാളുടെ കയ്യിലെ വാള് തെറിച്ചുപോയി. അയാൾ താഴങ്ങനെ വീണ് കിടക്കുകയാണ്. അയാൾ എന്നെ നോക്കി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നയാൾ പറഞ്ഞു. അയാൾ എന്തിനാണ് പറഞ്ഞത്? ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ? അല്ലേ? ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ? മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു മുസ്ലിമിനോട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ. അയാൾ അതിനു വേണ്ടിയിട്ടായിരിക്കാം അത് പറഞ്ഞത്. ഉസ്മാൻ ബിൻ തൽഹ നിങ്ങൾ ചിന്തിച്ചതുപോലെ, ഞാൻ ചിന്തിച്ചതുപോലെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അയാളെ കൊന്നു. ഇസ്ലാമിക സൈന്യം നാട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് സ്വഹാബിമാർ പ്രവാചകരോട് പറഞ്ഞു, ഉസ്മാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് പ്രവാചകൻ ഉസാമയെ ഒളിപ്പിച്ചു. എന്നിട്ട് ഉസാമയോട് ചോദിച്ചു,
റജുലൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസാമ, നീ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു അയാളെ കൊന്നു. അപ്പൊ ഉസാമ പറയാണ്, റസൂൽ ഞാൻ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് അയാൾ മരിക്കുമെന്ന് ആയപ്പോ അയാൾ ജീവൻ വെച്ചിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. റസൂൽ ഈ ന്യായീകരണം കേട്ടില്ല. റസൂൽ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, ഖതൽത റജുലൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നീ കൊന്ന ഉസാമ? ഉസാമ വീണ്ടും ന്യായീകരിക്കുന്നു. വീണ്ടും റസൂലിനോട് ഉസാമ പറയാം, റസൂൽ നീ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഉസാമ നീ അയാളുടെ ഹൃദയം പിളർന്ന് അയാൾ വിശ്വസിച്ചോ, അയാൾ മരിക്കുന്ന നേരത്ത് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് നോക്കിയിട്ടുണ്ടോ നീ? മാശറയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന്, ഉസാമ നിനക്കെതിരെ സാക്ഷി പറയുന്നു, അള്ളാഹുവെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനു ശേഷം മുസ്ലിം സൈന്യത്തിൽ ഒരു മനുഷ്യൻ എന്നെ കൊന്നു എന്ന് നിനക്കെതിരെ ഒരു മനുഷ്യൻ സാക്ഷി പറഞ്ഞാൽ നീ എന്ത് പറയുന്നു ഉസാമ എന്നൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ ഭയങ്കര ചൂടായിട്ടാണ് ഉസാമയോട് പറയുന്നത്. വല്ലാതെ ദേഷ്യപ്പെട്ടാണ് ഇത് പറയുന്നത്. ഇതിനൊക്കെ ശേഷം പ്രവാചകൻ മരിക്കാൻ നേരത്ത് ഉസാമക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സന്ദർഭം, സോഫിയ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകന്റെ ഭാര്യമാരോടൊക്കെ ഇടക്കിടക്ക് ചില കുശുമ്പുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു കുശുമ്പ് നേരത്തെ സൈനബിനോടുള്ളതുപോലെ സോഫിയ റളിയല്ലാഹു അൻഹയോടും ഉണ്ടായിരുന്നു. പ്രവാചകനും ആയിഷ റളിയല്ലാഹു അൻഹയും ആയിഷയുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോഫിയ പെട്ടെന്ന് ആ വീട്ടിലേക്ക് കയറി വന്നു. സോഫിയെ കുറിച്ച് ഇസ്ലാമിലൊക്കെ പറയുന്നത് പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബ്രില്യന്റ് ആയ സ്ത്രീയാണ് അവർ. പക്ഷെ അവര് കുറച്ച് പൊക്കം നിറഞ്ഞ സ്ത്രീയായിരുന്നു. ആയിഷ ഇത്രയും ബ്രില്യന്റ് അല്ലായിരുന്നു, സോഫിയയുടെ അത്രയും ബ്രില്യന്റ് അല്ലായിരുന്നു. ഇടക്കിടക്ക് പ്രായത്തിന്റെ ചില പരിമിതികൾ അവർ കാണിക്കാറുണ്ടായിരുന്നു. സോഫിയ വീട്ടിലേക്ക് കയറി വന്നതും ആയിഷ പ്രവാചകന്റെ ചെവിയിൽ ആ പൊക്കം കുറഞ്ഞ പെണ്ണ് വരുന്നുണ്ട്, ആ പൊക്കം കുറഞ്ഞ പെണ്ണ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത്രയും നേരം ആയിഷയോട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് മാറി. എന്നിട്ട് ആയിഷയോട് പറയാണ്, ഭയങ്കര ചൂടായിട്ട് റസൂൽ പറയാണ്, ആയിഷ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ വാക്ക് ഒരു സമുദ്രത്തിന്റെ നടുവിൽ കൊണ്ടിട്ടാൽ ആ സമുദ്രം മുഴുവൻ മലിനമാകാൻ അത് മതി, അതുകൊണ്ട് തിരിച്ചെടുക്കണം കേട്ടോ എന്ന് അത്രയും ചിരിച്ചോണ്ടിരുന്ന റസൂല് ഭയങ്കര കോപിഷ്ഠനായിക്കൊണ്ട് ആരോട് പറയണം? ആയിഷയോട് പറയും. പ്രവാചകൻ കോപിക്കാറുണ്ടായിരുന്നു. അഫത്താനിൻ അൻത യാ മുആദ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുആദ് ഇങ്ങനെ നീട്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കുട്ടികൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉമ്മമാര് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാർക്ക് അപ്പം മുലകൊടുക്കാൻ പറ്റില്ലല്ലോ, പാലെടുക്കാൻ പറ്റില്ലല്ലോ, കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുആദ് നീട്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുവിടും പ്രവാചകൻ എണീറ്റുകൊണ്ട് പറഞ്ഞു, മുആദിന് നാട്ടിലെ മനുഷ്യർക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഖുർആനോദിയ മനുഷ്യനോട്. ഇത് ഇതേ പ്രവാചകനുണ്ടല്ലോ, ഒരിക്കലും വലിയ സൂറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഖുർആനോട്ട് നിർത്തിയിട്ട് നിസ്കാരം പെട്ടെന്ന് നിസ്കാരം വേഗത്തിൽ ചെറിയ സൂറത്തോട് പൂർത്തിയാക്കി. സഹാബിമാർ ചോദിച്ചു, റസൂൽ നിങ്ങൾ ഇങ്ങനെ നിസ്കാരം അവസാനിപ്പിക്കാറില്ലല്ലോ, ഇത്ര പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിക്കാറില്ലല്ലോ. ആ സമയത്ത് പ്രവാചകൻ പറയുന്നത്, സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ ഞാൻ നിങ്ങൾ കേൾക്കുന്നുണ്ട്. കുട്ടികൾ കരയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉമ്മമാരും കരയുന്നുണ്ട് ഉള്ളിലെന്നാ, ഉമ്മമാരുള്ളിൽ വേദനിക്കുന്നുണ്ടെന്നാ അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കാതിരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ മരിച്ചാൽ മനുഷ്യർക്ക് അറിയാതിരിക്കോ? മനുഷ്യർക്ക് അത് താങ്ങാതിരിക്കാൻ കഴിയുമോ? പ്രവാചകന്റെ പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ചിലത് പഠിച്ചിട്ടുണ്ടാവും. കണ്ണാടി നോക്കിയുള്ള പ്രാർത്ഥന ഏതാ? കണ്ണാടി നോക്കുമ്പോൾ പ്രാർത്ഥന ഏതാ? പ്രാർത്ഥന അറിയില്ല. കണ്ണാടിയിൽ നോക്കുമ്പോ ചെല്ലേണ്ട പ്രാർത്ഥന ഏതാണ് എന്നറിയുന്നവരുന്ന് വൈവിധ്യ. മദ്രസയിൽ 5ാം ക്ലാസ്സിന് മേലുള്ളവരുന്ന് വൈവിധ്യ. മദ്രസയിൽ 5ാം ക്ലാസ്സിന് മേലെ ആരും ഇല്ല ഇവിടെ? മദ്രസയിൽ 5ാം ക്ലാസ്സിന് മേലെ ആരും ഇല്ല ഇവിടെ? പ്രാർത്ഥന അറിയാത്തോണ്ടാ? ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മുകളിലുള്ള ആളുകൾ ഉണ്ടല്ലോ ഇവിടെ. മദ്രസയിൽ 5ാം ക്ലാസ്സിന് മേലുള്ളത് നമുക്ക് ഒട്ടിക്കോ മദ്രസ കഴിഞ്ഞോടാ, മദ്രസ കഴിഞ്ഞോന്ന് കഴിയോക്കെ. കണ്ണാടി നോക്കുമ്പോൾ പ്രാർത്ഥന ഏതാ? വെരി ഗുഡ്. മദ്രസ കഴിയാത്ത ഒരാളാട്ടോ പറഞ്ഞ, മദ്രസ കഴിയാത്ത ഒരാളാണ് പറഞ്ഞത്. പ്രവാചകന്റെ ചില പ്രാർത്ഥനകൾ ചില സമയത്ത് നമ്മൾ പ്രവാചകൻ ചിലപ്പോൾ ഈ കാലത്ത് നിന്ന് പറയുന്നതാണ് നമുക്ക് തോന്നിപ്പോകും.
ഈ കാലത്ത് നിന്ന് പ്രവാചകൻ തുടക്കമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹു എന്റെ കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിക്കരുത്, അള്ളാഹു എന്റെ കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിക്കരുത്, അള്ളാഹു എന്റെ കാര്യങ്ങൾ നീ എന്നെ എന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞത്. ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ റേഷൻ കടയിൽ പോയി ഒരു 5 കിലോ അരി വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരാനുണ്ട്. രാത്രി 12 മണി വരെ ഇരുന്ന് ഹോംവർക്ക് തീർക്കാനുണ്ട്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളില്ലേ മനുഷ്യർക്ക്. പിന്നെ മകളുടെ വിവാഹം നടത്താനുണ്ട്, ബിസിനസ്സിൽ ഇത്ര വിജയം നേടാനുണ്ട്, കണക്ക് കൂട്ടാനുണ്ട്. അങ്ങനെ കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളായി കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ കുറെ ഇല്ലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയാനുള്ളതിനെ കുറിച്ചാണ് അറിയോ, എന്റെ ശരീരം. നിങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് എന്റെ റസൂലിന്റെ ചില പ്രാർത്ഥനകൾ വായിക്കണം. അതെങ്ങനെയാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ ഒരു പുരുഷൻ ഒരു മാൻ, അയാളുടെ നെഞ്ചലിന്റെയും വായുവിന്റെയും ഇടയിൽ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന അവയവമുണ്ട്. ഈ അവയവത്തിൽ നിന്നാണ് സ്പേംസ് ഉണ്ടാകുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുന്ന അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സ്പേംസ് അതുണ്ടാകുന്നത് നെഞ്ചലിന്റെയും വാരിയലിന്റെയും ഇടയിലുള്ള സെമിനൽ വെസിക്കിളിൽ നിന്നാണ്. ഒരു തവണ ഇജാക്കുലേറ്റ് ചെയ്യുന്ന ഈ സ്പേംസിൽ 1.5 കോടി മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ബീജഗണങ്ങൾ ഉണ്ടെന്നാണ്. 1.5 കോടി മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒരു തവണ ഇജാക്കുലേറ്റ് ചെയ്യുന്ന സ്പേംസിൽ നിന്ന് ഈ സ്പേം ഇയാളുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച് ഒരു ഉമ്മയുടെ അണ്ടവാഹിനിക്കുള്ളിൽ പ്രവേശിച്ച് ബദാം പരിപ്പിന്റെ അത്രമാത്രം വലിപ്പമുള്ള അണ്ടാശയത്തിലേക്ക് പ്രവേശിച്ച് 1.5 കോടി മനുഷ്യന്മാർക്ക് 1.5 കോടി ബീജഗണങ്ങളിൽ നിന്ന് ഏറ്റവും വേഗത്തിലെത്തിയ ഒരേ ഒരു ബീജഗണം അത് ഈ അണ്ടവുമായി കൂടിച്ചേർന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചതിനു ശേഷം അതിൽ നിന്ന് സിരകൾ പോലെ ഞരമ്പുകൾ പോലെ എന്തോ ഒന്ന് ഈ ഗർഭപാത്ര ഭിത്തിയുമായി ചേർന്ന് ഉമ്മ തിന്നുന്നതിന്റെ മൂല്യങ്ങൾ മുഴുവൻ വലിച്ചെടുത്ത് 1000 മടങ്ങ് ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ വയറ്റി കിടന്നിട്ട് വലുതാക്കൊണ്ടേയിരിക്കുമെന്നാണ്. 1000 മടങ്ങ് വലുതാവുന്ന ഒരു പ്രോസസ്സിൽ ഒരു 10 മാസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് പ്രസവിച്ചിട്ട് 1 മിനിറ്റിൽ 120 തവണ മിടിക്കുന്ന ഹൃദയമായി ഈ ചെറിയ കുട്ടിയിൽ നിന്ന് 1 മിനിറ്റിൽ 72 തവണ മിടിക്കുന്ന ഹൃദയമായി മാറി 1 മിനിറ്റിൽ 21 തവണ ഇമജിന്നി തുറക്കുന്ന കണ്ണുകളായി ശരീരത്തിൽ തല മുതൽ അടിവരെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രക്തമായി ശരീരത്തിലെ മുഴുവൻ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന വൃക്കകളായി ശരീരത്തിലെ ഓരോ അവയവങ്ങളായി മാറുന്നൊരു പ്രോസസ് ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ കാര്യങ്ങളെ എന്നെ ഏൽപ്പിക്കരുതെന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം ഇതാണ്. അള്ളാഹു ഒരു ദിവസം ഭൂമിയിലെ മനുഷ്യന്മാരെ മുഴുവൻ ആലമില്ല പ്രവാചകൻ ഒരുമിച്ച് നോക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ മുട്ടിപ്പിച്ച്, ഇന്ന് നിങ്ങൾ സ്വയം വിശ്വാസം നടത്ത്, ഇന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ കണ്ണീർ ഗ്രന്ഥികളിൽ നിന്ന് ആ വെള്ളം ഉൽപ്പാദിപ്പിക്കും. നിങ്ങൾ ഇന്ന് സ്വയം വായിൽ നിന്ന് ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കും. മനുഷ്യന്മാർ 9 മണി വരെ, രാത്രി ഒരു 10 മണി വരെ അവരുടെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ മുടിപ്പിച്ചുകൊണ്ടേയിരിക്കാൻ തീരുമാനിക്കുന്നു. മനുഷ്യൻ 10 മണിക്ക് ഉറക്കം വരുന്നു. ഇവൻ അലാറം വെക്കാണ്. എത്ര മണിക്കാണെന്നറിയോ? 10:01. 10:01 അലാറം വെച്ച് എണീറ്റില്ലെങ്കിൽ 10:02 അവൻ പോകും. കാരണം എന്താ? അവൻ ബോധപൂർവ്വമല്ല ശ്വാസം വലിക്കുന്നത്. ആണോ? ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്വാസം വലിക്കുന്നില്ലേ? ഞാൻ അറിയുന്നുണ്ടോ? ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 72 തവണ ഹൃദയം പിടിക്കുന്നില്ലേ? ഞാൻ അറിയുന്നുണ്ടോ? ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്നില്ലേ? ഞാൻ അറിയുന്നുണ്ടോ? റസൂലിന്റെ ആ പ്രാർത്ഥന എത്ര അർത്ഥവത്താണ്. അല്ലാഹു ഇത് എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിലോ, യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീ ഹൃദയത്തെ മുടിപ്പിച്ച് എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിരുന്നെങ്കിലോ, അല്ലാഹു യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീന്റെ ശ്വാസം നിയന്ത്രിക്ക് എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിരുന്നെങ്കിലോ, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത. അതുകൊണ്ടാണ് അല്ലാഹു എന്റെ സൃഷ്ടിപ്പിനെ എത്ര മനോഹരമാക്കി അതുപോലെ എന്റെ സ്വഭാവത്തെ മനോഹരമാക്കണമെന്ന് ആ പ്രാർത്ഥന. ആ സൃഷ്ടിപ്പിന്റെ മനോഹാരിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്നതാണ് ആ ചോദ്യം. 21-ാം നൂറ്റാണ്ടിൽ റസൂലിന്റെ കാലത്ത് അബൂബക്കർ റളിയല്ലാഹുവിനും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഈ സ്പേംസ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ് എന്നോ, ആ സ്പേംസിൽ എത്ര ബീജഗണങ്ങൾ ഉണ്ട് എന്നോ, ആ സ്പേംസിൽ 1.5 കോടി ബീജഗണങ്ങൾ ഉണ്ട് എന്നും, ആ ബീജഗണങ്ങൾക്ക് 1.5 കോടി മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള ശേഷി ഉണ്ട് എന്നും, ഇത് പോകുന്നത് ഉമ്മയുടെ അണ്ടവാഹിനിക്കുള്ള അണ്ടത്തിലേക്കാണ് എന്നും, ഗർഭാശയം 1000 മടങ്ങ് വർദ്ധിക്കുന്നുണ്ട് എന്നും, മനുഷ്യന്റെ ഹൃദയം 72 തവണയാണ് മിടിക്കുന്നതെന്നും അബൂബക്കർ റളിയല്ലാഹുവിന് അറിയില്ല, ഉമർ ഇബ്നു ഖത്താബിന് അറിയില്ല, അലി ഇബ്നു അബീ ത്വാലിബിന് അറിയില്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്നും വായിക്കുന്ന സമയത്ത്
നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രവാചകന്റെ പ്രാർത്ഥന ഇതായിരുന്നു എന്ന്. നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രവാചകന്റെ പ്രാർത്ഥന ഇതായിരുന്നു. ഉരുൾപൊട്ടൽ നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഇല്ലേ? ഉരുൾപൊട്ടൽ നടക്കുന്നില്ല ഇപ്പോ ചൂരൽമലയിൽ 350 മനുഷ്യന്മാർ മരിച്ചു എന്ന് നമ്മൾ കേട്ടില്ലേ? നാളെ 400 ആകില്ലേ? മറ്റന്നാൾ 500 ആകില്ലേ? ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങളായ മനുഷ്യന്മാർ എന്താണ്? ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട് ഫലസ്തീനിലെ മനുഷ്യന്മാരെ കൊല്ലുന്ന സമയത്ത് അള്ളാഹു എവിടെയാണ്? ഫലസ്തീനിലെ മനുഷ്യന്മാരെ ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു എവിടെയാണ്? ഉരുൾപൊട്ടൽ നടന്ന മനുഷ്യന്മാര് ശരീരം ഇങ്ങനെ ചിന്ന ഭിന്നമായി ജില്ലകളുടെ അതിർത്തി കടന്ന മൃതദേഹാവയവങ്ങൾ പോയി കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ അള്ളാഹു എവിടെയാണ്? ആരാ ഇരിക്കുന്നത്? മതമില്ലാത്ത മനുഷ്യൻ, നിത്യവാദികളായ മനുഷ്യൻ. നിങ്ങളെന്ന് മറുപടി കൊടുക്കും? നിങ്ങളുടെ മറുപടി കൊടുക്കുക? അള്ളാഹുവിന്റെ വിവരം സംരക്ഷിക്കാതെ, അള്ളാഹുവിന്റെ വിവരം സംരക്ഷിക്കാതെ എന്താ സംരക്ഷിക്കാതെ? പറഞ്ഞു. അള്ളാഹു ഇവരെ കൊല്ലുകയാണോ? അള്ളാഹു ഇവരെ കൊല്ലാൻ വിടുകയാണോ? ഒരു രാജ്യം അവരുടെ രാജ്യാതിർത്തി കടന്ന് പിന്നെ ഈ അടുത്തിടെ ഫലസ്തീനിലൊരു 6 വയസ്സുകാരെ ഒരു പെൺകുട്ടിയുടെ മരണത്തെ കുറിച്ചൊരു വലിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദു രജത്ത് എന്നാണ് കുട്ടിയുടെ പേര്. 6 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടി ഫലസ്തീനിൽ ഇസ്രായേലിന്റെ വെടിവെപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾ നാട് വിടാൻ തീരുമാനിക്കാൻ, റഫയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവള് നാട് വിടാൻ തീരുമാനിക്കണം. അപ്പൊ ഇവളുടെ വീട്ടിൽ എല്ലാവരും നാട് വിടാൻ തീരുമാനിച്ചു. അഭയാർത്ഥികളായി പോവുകയാണല്ലോ. അപ്പോൾ ഹിന്ദ്രജന്റെ വീട്ടിൽ ഒരു കാറാണുള്ളത്. ഈ കാറാണ് ഇവരുടെ അമ്മാവന്റെ കാറാണ്. ഈ കാറിൽ വീട്ടിൽ എല്ലാവരും കൂടെ കയറൂല. അപ്പൊ ഹിന്ദ്രജന്റെ അമ്മാവന്മാരോട് ചെറിയ കുട്ടികൾ, അങ്ങനെ വലിയവരിൽ പ്രായമേറിയ ചില ആളുകൾ അവർക്കൊക്കെ കാറിൽ കയറാം, ബാക്കിയുള്ളവർ നടന്നിട്ട് പുറകിൽ വന്നാൽ മതി എന്ന് ഹിന്ദ്രജന്റെ അമ്മാവൻ പറയുന്നത്. അപ്പൊ ഹിന്ദ്രജൻ എന്ന് പറയുന്ന 6 വയസ്സുവരെ കുട്ടി കാറിനകത്ത് കയറുന്നുണ്ട്. ഇവരുടെ ഉമ്മയും വാപ്പയും നടന്നു വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ഇസ്രായേലിന്റെ വെടിവെപ്പ് നടക്കാത്ത ഒരു പ്രദേശത്തോടുകൂടി ഇവരുടെ കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇവരുടെ കാറിന് മുമ്പിലേക്ക് ഇസ്രായേലിന്റെ ഒരു യുദ്ധ ടാങ്കർ ഇങ്ങനെ വരുന്നു. അപ്പൊ യുദ്ധ ടാങ്കറിൽ നിന്ന് അപ്പൊ ഇവരുടെ കാർ ഇങ്ങനെ തിരിച്ചിട്ട് ഒരു ആശുപത്രിയിലേക്ക് തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ആശുപത്രി ഇസ്രായേൽ ആക്രമിക്കില്ലല്ലോ എന്നിവര് സ്വയം ആശ്വസിക്കുകയാണ്. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ആശുപത്രി കണക്കെടുത്ത് നോക്കിയാൽ ഇവർ ആ കാർ അങ്ങോട്ട് തിരിക്കില്ല. ഇവര് പ്രതീക്ഷയോട് കാറ് ഇപ്പോൾ ഈ യുദ്ധ ടാങ്കർ ആശുപത്രി ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാർ അങ്ങോട്ട് തിരിക്കുന്നു. കാറ് തിരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് വെടിയേറ്റ് തുടങ്ങി. വെടിയേറ്റപ്പോൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അമ്മാവൻ മരിച്ചു. ഈ കാറിനകത്തുള്ള ബാക്കി എല്ലാവരും മരിച്ചു. ഹിന്ദ്രജന് മരിച്ചിട്ടില്ല. ഹിന്ദ്രജൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവള് ഈ ഡെഡ് ബോഡികളുടെ അടിയിൽ ഇങ്ങനെ മറഞ്ഞു കിടന്നു, വെടിയേക്കും എന്ന് കണ്ടിട്ട്. അപ്പൊ യുദ്ധ ടാങ്കർ വെടിനിർത്തി. ഇവൻ ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ അമ്മാവന്മാരിൽ ഒരാളുടെ കീസിൽ നിന്നൊരു മൊബൈൽ താഴേക്ക് വീഴുന്നുണ്ട്. അത് ഇവൾ എടുത്തു. എന്നിട്ട് റെഡ് ക്രസന്റിന്റെ വളണ്ടിയർമാരെ, അതിനകത്ത് റെഡ് ക്രസന്റിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, അതിലേക്ക് വിളിക്കാം. എന്നിട്ട് ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവള് പറയുന്നത് ഞാനിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഇപ്പോൾ എന്റെ മുമ്പിൽ യുദ്ധ ടാങ്കർ ഉണ്ട്, എന്റെ കാറിനകത്ത് മുഴുവൻ മനുഷ്യരും മരിച്ചു കഴിഞ്ഞു, എന്നെ രക്ഷിക്കാനുള്ളൊരു എന്നിവിടെ തലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് 6 വയസ്സിന്റെ ഒരു കുട്ടി. അപ്പൊ റെഡ് ക്രസന്റ് വളണ്ടിയർമാർ ഇവിടെ സമാധാനിപ്പിച്ചിട്ടുണ്ട്, മോളെ സമാധാനമായിരിക്കും, ഒന്നും സംഭവിക്കില്ല, ഫോൺ കട്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ ഹിന്ദു പറയുന്നത് എന്റെ ഉമ്മയും വാപ്പയും അത് കൂടെ റഫയിൽ നിന്ന് നടന്നു വരുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരെ കിട്ടണം എനിക്ക് എന്ന് ഈ 6 വയസ്സുകാരിയായി കുട്ടി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ റെഡ് ക്രസന്റിന്റെ വളണ്ടിയർമാര് ഇവളുടെ ഫോണിന്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇപ്പൊ എത്താൻ പറ്റൂല, ഇസ്രായേലിന്റെ ഭയങ്കര അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്, അത് കൂടെ ഇവർ കാറും കൊണ്ട് അങ്ങനെ പോയി എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. റെഡ് ക്രസന്റ് വളണ്ടിയർമാർ ഇവളുടെ നടന്നു വരുന്നവരുടെ ഉമ്മയും വാപ്പയും കണ്ടെത്തി. എന്നിട്ട് ഇവര് ഫോൺ കൈമാറി. ഇവളുടെ ഉമ്മ ഫോണിന്റെ അപ്പുറത്ത് നിന്നിട്ട് ചില ഖുർആനായത്തുകൾ ഇവൾക്ക് ഓതിക്കൊടുക്കുകയാണ്. മോളെ ഇത് എന്നിങ്ങനെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ കട്ടായി. പിന്നെ ഉമ്മ അപ്പുറത്ത് നിലവിളിക്കുകയാണ് എന്റെ മോളെ കിട്ടണമെന്ന്. ഇവർ ഈ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ട് ഈ സ്ഥലത്തേക്ക് എത്താൻ 6 ദിവസം എടുത്തു. അവരപ്പോഴും പ്രതീക്ഷയോടെ വിചാരിച്ചു ഹിന്ദ്രജത് ഇപ്പോഴും ഡെഡ് ബോഡികൾക്ക് താഴെ മറിഞ്ഞടക്കായിരിക്കും. ഇവരാദ്യം വന്ന് ഈ കാർ തുറന്നപ്പോ അതിന് പുറത്തേക്ക് ആദ്യം വീണ ഡെഡ് ബോഡി ഹിന്ദ്രജന്റെ ആയിരുന്നു. അപ്പൊ ഇവർ വിചാരിച്ചു കുട്ടിക്ക് ഇത്രയും ദിവസം ഭക്ഷണം കിട്ടാതെ മരിച്ചു പോയതായിരിക്കുമെന്ന്. ഇവരുടെ ഡെഡ് ബോഡി തെരഞ്ഞു നോക്കുമ്പോ ആ ഡെഡ് ബോഡിയിൽ 30 വെടിയുണ്ടാ. ആ 6 വയസ്സുകാരിയായ കുട്ടിയുടെ ബോഡിയിൽ 30 വെടിയുണ്ടാ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഹിന്ദ്രജന് ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയില്ല. എന്തിനാണ് ഇസ്രായേൽ ഇങ്ങനെ ഞങ്ങളുടെ രാജ്യത്തേക്ക് മിസൈൽ അയക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. അവിടെ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള ബോധ്യത്തിന് കാണില്ല. അങ്ങനെ ഒരു കുട്ടി ഡെഡ് ബോഡികൾക്ക് താഴെ മറിഞ്ഞിരിക്കുന്ന സമയത്ത്
ഇസ്രായേലിൽപ്പെട്ട ആൾക്കാർ കാറിന് മുന്നിൽ വന്ന ആ ശരീരത്തിലേക്ക് 30 വെടിയുണ്ട തുളച്ചു കയറ്റാൻ മാത്രം മനുഷ്യരെ നിങ്ങൾ ഇങ്ങനെ ക്രൂരന്മാരായി പോകുന്ന സമയത്ത് നിങ്ങളുടെ അള്ളാഹു എവിടെയാണ് എന്ന് ചോദിക്കും യുക്തിവാദികൾ. നിങ്ങളെന്ന് മറുപടി പറയും. മനുഷ്യരെ ഇങ്ങനെ ചൂരന്മാരുടെ മുഖത്ത് ഒരു മനുഷ്യൻ ഈ ചൂരന്മാരിലെ പിന്നെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യൻ, ഈ ഉരുൾപൊട്ടൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യൻ പറയുന്ന വർത്തമാനങ്ങൾ ഒന്ന് മീഡിയ വണ്ണിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അയാളിങ്ങനെ പറയാണ്, അപ്പുറത്തുകൂടെ ഒഴുകുന്ന പുഴ, അപ്പുറത്തുകൂടെ ഒഴുകുന്ന ഒരു പുഴ ഇപ്പുറത്തുകൂടി ഇങ്ങനെ ഗതിമായി ഒഴുകി 2 നിലയുള്ള ഞങ്ങളുടെ വീടുകളെ പൊളിച്ച് ഞങ്ങളുടെ മനുഷ്യന്മാരെ രക്തം കൊന്നങ്ങ് പോകും എന്ന് ഞങ്ങൾ കരുതിയോ? കൊണ്ടോയിക്കോട്ടെ, പടച്ചോൻ തന്നതല്ലേ എന്നൊരു മനുഷ്യൻ പറയുന്നു. നിങ്ങൾ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഏറ്റവും കൂടുതൽ ഈ വീഡിയോ ബൈറ്റുകളിൽ നിന്ന് കണ്ട പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് അള്ളാഹുവിനാണ്. ദൈവാധീനം എന്ന് ചില മനുഷ്യർ പറയുന്നു. ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, പടച്ചോൻ എന്നെ മാത്രം രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു, എല്ലാം കൊണ്ടുപോയിക്കോട്ടെ, പടച്ചോൻ തന്നതല്ലേ എന്ന് ചില മനുഷ്യർ പറയുന്നു. ഇവരക്കാരാന്നറിയോ? ഇവരിങ്ങനെ ഒരു പിടിത്തം കിട്ടി കല്ലും മണ്ണുമൊക്കെ ഇവരുടെ ഉറ്റവരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിടിയിൽ കുഞ്ഞു മുതലേക്ക് കയറിയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവരുടെ വീട് 3 സെക്കൻഡിന്റെ 3 മിനിറ്റിന്റെ ഇടവേളയിൽ മുമ്പൂടെ ഒഴുകിപ്പോകുമെന്ന് കണ്ടിട്ടും ഉറ്റവരിങ്ങനെ കൈയിട്ട് എടുക്കുമ്പോൾ പിടിച്ചു വലിക്കാൻ കഴിയാത്ത മനുഷ്യരെല്ലാം മാത്രം അങ്ങനെ രക്ഷപ്പെട്ടു പോയി. ഞങ്ങൾ മാത്രം അങ്ങനെ രക്ഷപ്പെട്ടു പോയി. ആളുകൾ ദൈവാധീനം എന്ന് പറയുന്നു. ദൈവാധീനം കൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്, ദൈവാധീനം കൊണ്ടല്ലേ ഞാൻ മാത്രം രക്ഷപ്പെട്ടത്, പടച്ചോൻ കൊണ്ടുപോയിക്കോട്ടെ, ഓൻ തന്നതല്ലേ എന്ന് പറയുന്ന മനുഷ്യർ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അബൂ സലമ മരിച്ച സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. മനുഷ്യന്മാർ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പ്രതിസന്ധിയിലേക്ക് എത്തും. റസൂൽ പറഞ്ഞു, അള്ളാഹു തന്നതിന് അള്ളാഹു എടുക്കുന്നു, അള്ളാഹുവിലേക്ക് മടങ്ങുന്നു. നിങ്ങൾ പ്രതിസന്ധി സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ പഴിച്ചു പോകല്ലേ, അള്ളാഹുവിനെ കുറിച്ച് ആലോചനകൾ തന്നെ നിങ്ങളെ നിറക്കട്ടെ എന്ന് പറഞ്ഞ ഉമ്മു സലമക്ക് പിന്നെ കിട്ടിയത് ആരെയോ? റസൂലിയാണ്. റസൂല ഉമ്മു സലമയെ പിന്നെ വിവാഹം കഴിക്കുന്നത്. ഉമ്മു സലമ പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. പ്രതിസന്ധി കാര്യങ്ങളിൽ പെട്ടുപോകുന്ന സമയത്ത് ദൈവത്തെ പഠിക്കുന്ന മനുഷ്യരില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? റസൂലിനെ കാണുന്നില്ലേ നിങ്ങൾ? ഖാസിം മരിച്ചു വന്നു, അബ്ദുള്ള മരിച്ചു പോകുന്നു, ഇബ്രാഹിം മരിച്ചു പോകുന്നു, അബൂലഹബ് നാട്ടിൽ മൊത്തം പറഞ്ഞു മുഹമ്മദ് വേറിട്ട് പോയിരിക്കുന്നു, മുഹമ്മദിന്റെ വേറെയാളായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അബൂലഹബിന്റെ വേറത്തെ ദിവസം റസൂലും ഞാൻ 21ാം നൂറ്റാണ്ടിൽ ഇന്നത്ര ഓഗസ്റ്റ് 3-ാം തീയതി മഴവിന് ശേഷം നിങ്ങളോട് റസൂൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വേറെറ്റ് പോകാത്ത റസൂൽ. ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ബാങ്ക് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ ഒരറ്റമാണ്. ഇന്നേ അറ്റത്ത് ഒരു ബാങ്ക് ലോകത്തിൽ നിലക്കാറില്ല എന്നാണ്. ബാങ്ക് ലോകത്ത് നിലക്കാറില്ല എന്നാണ്. ബാങ്ക് ലോകത്ത് നിലക്കാറില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂലിന്റെ പേര് ലോകത്ത് ഉയരുന്നത് നിലക്കാറില്ല എന്നല്ല അതിന്റെ അർത്ഥം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമക്ക് 3000 കോടി രൂപയാണ് BJP സർക്കാർ മുടക്കിയത്. നമ്മൾ ഇതിനാ ഭൂമിയിൽ മനുഷ്യന്മാരുടെ പ്രതിമകൾ പണിയുന്നത് എന്തിനാ? അവരെ കുറിച്ചുള്ള ഓർമ്മകൾ നൽകാൻ വേണ്ടിട്ടല്ലേ? അല്ലെ? റസൂലിന്റെ പ്രതിമ ഉണ്ടോ ലോകത്ത്? ഉണ്ടോ? ഇല്ല. റസൂലിന്റെ ചിത്രങ്ങൾ ഉണ്ടോ ലോകത്ത്? റസൂലിനെ കുറിച്ചുള്ള ആനിമേഷനുകൾ ഉണ്ടോ ലോകത്ത്? റസൂലിനെ കുറിച്ചുള്ള കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ലോകത്ത്? റസൂലിനെ കുറിച്ചുള്ള സിനിമകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും റസൂലിന്റെ മുഖം നിങ്ങൾ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ റസൂലിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇല്ലേ? റസൂൽ എന്ന ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇല്ലേ? എന്തുകൊണ്ടാണത്? നിങ്ങൾ നോക്ക്, സഹാബാരൊക്കെ റസൂൽ ഇങ്ങനെ ഇരിക്കുന്നു. പ്രവചനം പെട്ടെന്ന് നിശബ്ദനായി. ഒരു ആയത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയത്തിറങ്ങി കഴിഞ്ഞതും റസൂൽ സഹാബന്മാരോട് ഓതി കൊടുക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ മഅ്ശറ സംഭവിക്കുന്ന സമയത്ത്, പിന്നെ ഈ ഭൂമിയിലെ മനുഷ്യന്മാരെ മഅ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ചില കുട്ടികൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് അള്ളാഹുവിനോട് ഈ കുട്ടികൾ ചോദിക്കും, അള്ളാഹു ഞങ്ങളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ മനുഷ്യന്മാർ ഞങ്ങളെ കൊന്നത് എന്ന് റസൂൽ കരഞ്ഞുകൊണ്ട് ആയത്ത് വിശദീകരിച്ചു. അല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ എത്ര പെൺകുട്ടികളെ ഈ മണ്ണിൽ കുടിയുണ്ടാക്കിയിട്ട് ഈ മനുഷ്യന്മാര് പെണ്ണായത് കൊണ്ട് കുടിച്ചു മൂടുന്നത് എന്ന് റസൂല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബനു അദീ ഗോത്രക്കാരനായ ഒരു സഹാബി ആ സദസ്സെന്ന് കരഞ്ഞോണ്ട് ഓടി.
നിലവിളിച്ചോണ്ട് ഇയാൾ ഓടുകയാണ്. സഹാബിമാർ അയാളുടെ പുറകിൽ ഓടി അയാളെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ട്. അയാൾക്ക് ഇമോഷൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അയാളെ പിടിച്ചു വലിച്ച് പ്രവാചകന്റെ അടുത്തേക്ക് മസ്ജിദിലേക്ക് കൊണ്ടുവന്ന് സഹാബിമാരോട് മുമ്പിൽ ഇരിക്കുന്ന റസൂൽ ചോദിച്ചു, എന്തേ പോയത്, എന്തേ കരയുന്നത് എന്ന്. അയാൾ പ്രവാചകന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കഥ പറയാൻ തുടങ്ങി. റസൂലെ, ഞാൻ ബനി അദി ഗോത്രക്കാരനായ മനുഷ്യനാണ്. ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ നാട്ടാചാരങ്ങൾ എങ്ങനെയായിരുന്നു? പെൺകുട്ടികളെ മുഴുവൻ മറ്റു ഗോത്രങ്ങൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗോത്രം മാത്രം ഒന്നാമത്തെ പെൺകുട്ടിയെ ജീവിക്കാൻ വിടുമായിരുന്നു. രണ്ടാമതും ഒരു പെൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അവളെ കൊല്ലുക എന്തായിരുന്നു ഞങ്ങളുടെ ആചാരം. എനിക്കൊരു കുട്ടി പറഞ്ഞു, ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു. രണ്ടാമതും ഒരു പെൺകുട്ടി പറഞ്ഞു, അതിനെ കൊല്ലണമല്ലോ, പക്ഷെ അതിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് കൊല്ലാൻ തോന്നിയില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ കുട്ടി ജനിച്ചത് മുതൽ എന്റെ വീടിന്റെ വാതിലങ്ങ് പൂട്ടിയിട്ടു. എന്നിട്ട് അടച്ചിട്ട മുറിക്കകത്ത് അവളെയും അവളുടെ ഉമ്മയും ഞാനും മാത്രം കാണുന്ന ഒരു മുറിയിൽ അവളെ വളർത്തി. അവൾ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചു. അവൾക്ക് 2 വയസ്സാവാറായി. അവൾ എണീറ്റ് നടക്കാൻ തുടങ്ങി. അവളിങ്ങനെ വീട്ടിനകത്ത് മാത്രം പിച്ചവെച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊന്നിൽ പെട്ടെന്ന് അവൾ ചുമരിൽ പിടിച്ച് എണീക്കാൻ തുടങ്ങിയപ്പോ ഇവള് വീടിന്റെ വാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. വഴിയിൽ കൂടെ നടക്കുന്ന കുറേശ്ശിപ്രമാണിമാർ പലരും പുതിയൊരു കുട്ടിയെ കാണുന്നു വീട്ടിന് മുമ്പിൽ. ഇയാൾക്ക് ഒരു കുട്ടിയോട് ഉണ്ടായിരുന്നോ, അതും പെണ്ണോ എന്നയാൾ ചോദിച്ചു. അതിന് പെണ്ണ് ആണില്ലേ എന്ന് ഇയാൾ ചോദിച്ചു. നാട്ടുകാർ മുഴുവൻ ഇയാളോട് ചോദിക്കാൻ തുടങ്ങി, നിനക്ക് 2 പെൺമക്കൾ ഉണ്ടല്ലേ, ഒരു പെൺമകളും കൂടെ വന്നല്ലേ, നമ്മുടെ നാട്ടാചാരം ലംഘിച്ചല്ലേ, കൊല്ലേണ്ട കുഞ്ഞിനെ കൊല്ലാതെ വീട്ടിൽ തന്നെ വച്ചല്ലേ? നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി ഇയാളോട്. ഉമ്മ നെഞ്ചിലിങ്ങനെ പിടിച്ച് കിടന്നുറങ്ങിയിരുന്ന ഒരു കുട്ടിയെ വാപ്പ നാട്ടുകാരുടെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പാപ്പാക്ക് ടെൻഷൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിന്റെ കുട്ടിനെ മൂപ്പര് കൊണ്ട് കൊന്നു കളയുമോ എന്ന് കരുതി ഉമ്മ മറ്റൊരു മുറിയിൽ കുട്ടിനെ കെട്ടിപ്പിടിക്കുന്ന കിടക്കണം. അങ്ങനെ ഉറക്കത്തിന്റെ നിദ്രയുടെ ഏതോ ആടങ്ങളിലേക്ക് പോയപ്പോ വാപ്പ ഒരു അർദ്ധരാത്രി എണീറ്റു. എന്നിട്ട് ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് ആ കുട്ടിയെ പറിച്ചെടുത്തു. ഉമ്മ ഉറങ്ങിക്കിടക്കാണ് അവിടെ. ഒരു തൂമ്പയും പിടിച്ച് അറേബ്യയിൽ സൂര്യൻ ഉദിക്കും മുമ്പ് ഇയാൾ കുട്ടിയെ നെഞ്ചിൽ പിടിച്ച് നടക്കുകയാണ്. അപ്പൊ കുട്ടിക്കൊരു സുരക്ഷാബോധമുണ്ട്. കാരണം വാപ്പയാണല്ലോ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് സുരക്ഷാബോധം ഉണ്ടാവുമല്ലോ. വാപ്പയുടെ ചുമരിൽ അവളിങ്ങനെ ചാരിക്കിടന്നു. വാപ്പ അറേബ്യയുടെ മടിപ്പറമ്പിലൂടെ കാടങ്ങൾ താണ്ടി സഞ്ചരിച്ചു. മനുഷ്യരില്ലാത്ത ഒരിടത്തെ സമയത്ത് അയാൾ കുട്ടിയെ നിലത്ത് വെച്ചു. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള തൂമ്പ കൊണ്ട് അയാൾ കുഴിക്കാൻ തുടങ്ങി. കുടിക്കുന്ന സമയത്ത് ആ കുടിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന മണലിയാളുടെ ശരീരത്തിലേക്ക് തെറിച്ചുകൊണ്ടിരുന്നു. കുട്ടി അടുത്തിരുന്നുകൊണ്ട് നിന്റെ വാപ്പാന്റെ ശരീരത്തിലാണത് വീഴുന്നത് എന്ന് പറയുന്നത് തത്വം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിയെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇയാൾ കുടിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു കുട്ടിയെ ഇട്ട് മൂടാൻ പാകത്തിന് ആ കുടിയായ സമയത്ത് ഇയാൾ തൂമ്പ അങ്ങോട്ട് മാറ്റി വെച്ചു. കുട്ടിയെ പിടിച്ച് അതിനകത്ത് കിട്ട സമയത്താണ് കുട്ടിക്ക് മനസ്സിലായത് വാപ്പ കൊല്ലാൻ കൊണ്ടുവന്നു. വാപ്പ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ വായിലേക്ക് ഇയാൾ മണ്ണ് വാരിയിട്ടു. എന്നിട്ട് ആ കുടി മൂടി ഇയാള് വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. മസ്ജിദിനെ പോയിരുന്ന് ഇയാൾ ഈ കഥ പറയുന്ന സമയത്ത് സഹാബിമാർ കരയുന്നു, റസൂൽ കരയുന്നു. റസൂൽ പടച്ചോൻ എന്നോട് പൊറുക്കോ, റസൂൽ പടച്ചോൻ എന്നോട് പൊറുക്കോ എന്നൊരു കുട്ടിയെ കൊന്ന മനുഷ്യൻ, നാട്ടാചാരം സംരക്ഷിക്കാൻ വേണ്ടി കുട്ടിയെ കൊന്നൊരു മനുഷ്യൻ റസൂലിനോട് ചോദിക്കുന്ന സമയത്ത് റസൂൽ പറയുന്നത് നീ അറിയാതെ റസൂൽ പറയുന്നത് ഇറങ്ങി പോകണമെന്ന് റസൂലിന് പറയാം. കുട്ടിയെ കൊന്നിട്ട് വന്നിരിക്കുന്നു എന്ന് റസൂലിന് പറയാം അയാളോട്. റസൂൽ പറഞ്ഞു നീ ഇസ്ലാം സ്വീകരിച്ചല്ലോ, നിനക്കുള്ള പാപമോചനം അതിലുണ്ട് എന്നൊരു മനുഷ്യനെ പറഞ്ഞ് ജീവിതത്തിൽ ചെയ്യാവുന്ന ക്രൂരതയുടെ അറ്റത്തൊരു പ്രവർത്തനം ചെയ്ത് പാപമോചനത്തിന്റെ മനസ്സോട് ഇരിക്കുന്ന ഒരു മനുഷ്യനോട്, ഒരു സഹാബിയോട് പ്രവാചകൻ പറയണേ നിനക്ക് പാപമോചനമുണ്ട് എന്ന്. എന്ത് സങ്കല്പിക്കാൻ കഴിയും നിങ്ങൾക്കിത്? നമ്മുടെ നാട്ടിലാണെങ്കിലും ഇങ്ങനെ ക്രൂരനായ ഒരു മനുഷ്യനെ പിന്നെ നമ്മൾ എങ്ങനെ കാണാം? സഹാബിമാരെങ്ങനെ കാണാം? ഇങ്ങനെ കൊന്നറിഞ്ഞില്ല അതിനെ, 3-ാമത്തെ വയസ്സിൽ കൊന്നറിഞ്ഞില്ല അതിനെ, നിന്റെ ബോധത്തിലായിരിക്കില്ല നമ്മൾ ഉണ്ടാവുക അല്ലെ? ഇങ്ങനെ കരയുന്ന കാഴ്ചകൾ എത്ര റസൂൽ കണ്ടിരിക്കുന്നു, കരയുന്ന മനുഷ്യരെ എത്ര റസൂൽ കണ്ടിരിക്കുന്നു. പള്ളിയിൽ മൂത്രമൊഴിച്ച മനുഷ്യനെ ഉമർ ഇബ്നുൽ ഖത്താബ് വെട്ടാൻ പോയതാണ് അല്ലെ? ഈ നമ്മുടെ നാട്ടിൽ ഈ പള്ളിയിൽ മൂത്രമൊഴിച്ചാൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ സമീപനം എന്തായിരിക്കും? ഇന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു അന്യമതസ്ഥം വന്ന് മൂത്രമൊഴിച്ച് നമ്മുടെ സമീപനം എന്തായിരിക്കും? നമ്മുടെ നാട്ടിലെ മനുഷ്യർ കഥ ആലോചിക്കാൻ ചിലപ്പോൾ നിൽക്കില്ല. വൈകാരികമായി റസൂലിന്റെ ജീവിതത്തിൽ കാട്ടറബിയായ ഒരു മനുഷ്യൻ റസൂലിന്റെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ച സമയത്ത് അയാളെ മാറ്റാതെ നോക്കി നിൽക്കുകയും മൂത്രമൊഴിച്ച് പൂർത്തിയാക്കുക എന്ന് പറയുകയും ചെയ്ത ഒരു ചരിത്രം നമുക്കുണ്ടല്ലോ. അയാൾ മൂത്രമൊഴിച്ച് പൂർത്തിയാക്കട്ടെ, വേണമെങ്കിൽ മലവിസർജനം നടത്തി പോയിക്കോട്ടെ എന്നിട്ട് നമ്മൾ വെക്കുവോ? നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാവാൻ അത് മതി. നമ്മുടെ നാട്ടിൽ ഈ അടുത്തൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
നമ്മുടെ നാട്ടിൽ ഈ അടുത്തൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു അന്യമതസ്ഥരുടെ ദേവാലയത്തിലേക്ക് വർഗീയവാദികളായ ചില ആളുകൾ മുസ്ലിങ്ങളാണത് ചെയ്തത് എന്ന് വരുത്താൻ വേണ്ടി മനുഷ്യവിസർജ്യം ഒരുങ്ങിയൊരു നാടാണ് നമ്മുടെ ഇത്. അല്ലേ അല്ലേ? ആണ്. എന്നിട്ട് പിടിക്കപ്പെട്ടപ്പോ ആരാ? അറസ്റ്റ്. പിടിക്കപ്പെട്ടപ്പോ ആരാ? ഈ വർഗീയവാദികൾ. അപ്പൊ അങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ റസൂലിന്റെ കാലത്ത് കഥ വായിക്കുകയാണ്, റസൂലിന്റെ കാലത്ത് ജീവിതം വായിക്കുകയാണ്. പള്ളിയിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനോട് അയാളുടെ പ്രയാസം തീരട്ടെ, മൂത്രമൊഴിച്ച് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് ആറാബിയായ ഒരു മനുഷ്യനോട് ഇനി ഇത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ അയാളെ വിടുന്നു. പിന്നെ അയാൾ ചെയ്യുമോ? അത് വ്യഭിചാരിയായ ഒരു മനുഷ്യൻ പ്രവാചകനെടുക്കൽ വന്ന് റസൂലിനെ ഇസ്ലാം സ്വീകരിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷെ വ്യഭിചാരശാലയിൽ പോകാതിരിക്കാൻ എനിക്ക് കഴിയൂല. പ്രവാചകൻ പറയാം, മൺപാപങ്ങളിലൊന്നാണ്, വീട്ടിൽ പോയിക്കോ. ഇസ്ലാമിനതിലില്ല. വ്യഭിചാരിയായ മനുഷ്യന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞുകൊണ്ടുള്ള ഇസ്ലാമിന്റെ ശിക്ഷ എന്ന് പറയാലോ. പറയാൻ പറ്റില്ലേ? നിങ്ങളുടെ നാട്ടിൽ വ്യഭിചാരികളായ മനുഷ്യരുണ്ടെങ്കിൽ അവർ 100 അടിക്കണം. ഈ വ്യഭിചാരികളായ മനുഷ്യന്മാർ വിവാഹം കഴിച്ചവരാണെങ്കിൽ അവർ എറിഞ്ഞു കൊള്ളണം. ഇസ്ലാമിന്റെ വിദ്യത. ഒരാൾ വന്നിട്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, ഇസ്ലാമിലേക്ക് വരാം വ്യഭിചരിക്കണം, ഇസ്ലാമിലേക്ക് വരാം വ്യഭിചരിക്കണം. സഹാന്മാർക്ക് പറയാം, എന്ത് റസൂലിനോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? ഇങ്ങനെ അതിലെ പള്ളി ഉസ്താദിനോട് പോയി പറയാം, ഞാൻ പള്ളിയിലൊക്കെ കൃത്യമായി വരാം, നോമ്പെടുക്കാം, സക്കാത്ത് എടുക്കാം, ഹജ്ജ് ചെയ്യാം, പക്ഷെ എനിക്ക് വ്യഭിചരിക്കണം എന്നൊരാൾ നമ്മുടെ നാട്ടിൽ ഉസ്താമാരുടെ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? നമുക്കിതൊരു ഭയങ്കര വൃത്തികെട്ട ചോദ്യമായി ഫീൽ ചെയ്യില്ലേ? അല്ലേ? ഒരാളയാളുടെ നിസ്സഹായത എന്ന് പറയണം. പ്രവാചകൻ എന്താ പറഞ്ഞത്? വീട്ടിൽ ഉമ്മയില്ലേ? വീട്ടിൽ ഉമ്മയില്ലേ? വീട്ടിൽ സഹോദരിമാരില്ലേ? വീട്ടിൽ ഭാര്യമാരില്ലേ? ഇവിടെ ഭൂമിയിൽ ഉമ്മയും ഭാര്യമാരും സഹോദരിയും ഒന്നും അല്ലാത്ത പെണ്ണാറേലുണ്ടോ? അവരൊക്കെ പോയി വ്യഭിചരിക്കണം എന്ന് നീ ആലോചിക്കൂ. റസൂൽ ആ ചോദ്യത്തിലാണ് അയാളുടെ വ്യഭിചാര ചിന്ത പോകുന്നത്. വ്യഭിചാര ചിന്ത ഇല്ലാതാകുന്നത്. റസൂൽ മനുഷ്യരെ തിരുത്തിയിരുന്നത് ഇങ്ങനെയാണ്. ഈത്തപ്പണക്ക് കല്ലെറിഞ്ഞൊരു കുട്ടിയെ സഹാബിമാര് പിടിച്ചുകൊണ്ടുവന്നു റസൂലിന്റെ അടുക്കലേക്ക്. ഈത്തപ്പണക്ക് കല്ലെറിഞ്ഞ കുട്ടിയെ പ്രവാചകൻ ഇവനെ മടിയിൽ പിടിച്ചിരുത്തി. അപ്പൊ റസൂൽ മോനോട് ചോദിച്ചു, മോൻ ഈത്തപ്പണക്ക് കല്ലെറിഞ്ഞു? അപ്പൊ ഇവൻ പറഞ്ഞു, വിശന്നിട്ടാണ് റസൂലേ എന്ന്. അപ്പൊ പ്രവാചകൻ കുട്ടിയെ പറഞ്ഞു, മോൻ ഈത്തപ്പനകൾക്ക് കല്ലേറ് കൊണ്ടാൽ അതിനും വേദനിക്കൂലേ? എന്നൊരു കുട്ടിക്ക് റസൂൽ ഈത്തപ്പനകൾക്ക് ജീവനുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ പ്രകൃതിക്ക് ജീവനുണ്ട് എന്ന് റസൂൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കുട്ടിക്ക് ഒരു കഥ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സദസ്സിലിരിക്കുന്നൊരു വേദിയിൽ സഹാബിമാർക്കിടയിലേക്ക് ഒരു കൂച്ച വെള്ളവുമായി ഒരാൾ കടന്നു വന്നു. പ്രവാചകന് വെള്ളം കൊടുത്തു. പ്രവാചകൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കാൻ വേണ്ടിയിട്ടാണ് സഹാബിമാര് പലരും ഇരിക്കുന്നത്. പ്രവാചകൻ വെള്ളം കുടിച്ച് പകുതിയാക്കിയതിനു ശേഷം നേരെ ഇബ്നു അബ്ബാസിന്റെ കൈ കൊടുത്തു. ഇബ്നു അബ്ബാസ് കുഞ്ഞു മോനാണ്, ഇവർക്കിടയിൽ അങ്ങനെ വലിയ സദസ്സിൽ ഇരിക്കേണ്ട പ്രായത്തിലൊന്നുമല്ല. റസൂൽ ഇബ്നു അബ്ബാസിനെ നോക്കി പറഞ്ഞു, ഇബ്നു അബ്ബാസ് നീ കുടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇട്ട് വായിലേക്ക് ഒഴിച്ച് അവസാനം ഒറ്റും വായിലേക്ക് ആക്കിയിട്ട് മൊന്ത അവിടെ വെച്ചു. ബാക്കിയുള്ളവരൊക്കെ വെള്ളം ബാക്കി കിട്ടും, പറക്കത്തുള്ള വെള്ളം കിട്ടും എന്നിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഇബ്നു അബ്ബാസ് പിന്നെ ആരായി? റസൂൽ ഇങ്ങനെ കൺസിഡർ ചെയ്ത ഈ കുട്ടി ഇബ്നു അബ്ബാസ് ആരായി? ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുഫസ്സിറായി. ഖുർആന്റെ ആദ്യത്തെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ കുട്ടികളെ ഇങ്ങനെ പരിഗണിച്ചതുകൊണ്ടാണ്. പ്രവാചകൻ ഒരുമിച്ച് കൂട്ടിയുടെ സദസ്സിൽ ഖുറൈശി പ്രമാണിമാർ പലരും ഇരിക്കുന്നു, അവർക്ക് വലീമ എടുക്കുന്നു, എല്ലാവരും ഭക്ഷണം തിന്നിട്ട് മുഹമ്മദ് എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നു. പ്രവാചകൻ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞ് അബൂ ലഹബ് അടക്കമുള്ള ആളുകൾ എഴുതിയിട്ട് പോകുന്ന സമയത്ത് എന്റെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് പറഞ്ഞപ്പോ 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ കുഞ്ഞി കൈ പുറകിൽ നിന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ആരില്ലെങ്കിലും ഞാനുണ്ട്. ആരായിരുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ്. അബൂജഹലിന് കിട്ടാത്ത ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ്. അല്ലെ? ഇസ്ലാം എല്ലാവർക്കും കിട്ടുന്നതാണോ? അബൂ താലിബിന്റെ മകനല്ലേ അലി? അല്ലെ? അബൂ താലിബിന് ഇസ്ലാം കിട്ടിയോ? ഇല്ല. ഖുറൈശികൾ മുഴുവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ മരിക്കുന്നിടത്തോളം കാലം മുഹമ്മദിന്റെ ശരീരത്തിൽ ഒരു മുള്ള മണ്ണുകളില്ല എന്ന് പറയുകയും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അടുത്ത് പോയി കൊണ്ട് റസൂൽ പറയുന്നുണ്ട്, വെറുതെ ഷഹാദത്ത് കലിമ വെറുതെ മരിക്കാൻ കിടക്കല്ലേ, ഇപ്പൊ വെറുതെ ചൊല്ലിയാൽ മതി, ഒരു നിസ്കാരം വേണ്ട നിങ്ങൾക്ക്. നിസ്കാരമില്ലെങ്കിൽ എന്താ, ഈ ഒരൊറ്റ ഷഹാദത്ത് കലിമ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ശുപാർശ പറയുന്ന ആരാ പറഞ്ഞു? റസൂൽ. അബൂ തലീബ് പറഞ്ഞു പറ്റൂല.
എന്റെ വ്യവസ്ഥകളെ പൊളിക്കാൻ എനിക്ക് കഴിയില്ല. മരിക്കാൻ നേരത്ത് പോലും ഷഹാദത്ത് കലിമ ചൊല്ലാത്തൊരു മനുഷ്യന്റെ മകൻ അലി അറിയും. ജാഫർ ഇബ്നു അബി താലിബ്, അബൂ താലിബിന്റെ മറ്റൊരു മകനാണ്. ഇസ്ലാം കിട്ടിയില്ലേ? അലി ഇബ്നു അബി താലിബ് അബൂ താലിബിന്റെ മകനാണ്. ഇസ്ലാം കിട്ടിയില്ലേ? അബൂ താലിബിന് ഇസ്ലാം കിട്ടിയോ? ഇല്ല. കിട്ടില്ല. അബൂ ജഹൽ ഇസ്ലാം കിട്ടിയോ? ഇല്ല. അബൂ ജഹലിന്റെ മകൻ ഇക്രിമ ഇസ്ലാം കിട്ടിയില്ലേ? ഇക്രിമ പിൽക്കാലത്ത് വരെ എന്റെ വാപ്പാന്റെ പേര് പറയാൻ ഞാൻ മടിക്കുന്നു എന്നാണ്. എന്റെ വാപ്പയുടെ പേരിൽ അറിയപ്പെടാൻ ഞാൻ മടിക്കുന്നു. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്നെ നിങ്ങൾ ഇനി വിളിക്കരുത് എന്ന് ഇക്രിമ പറയാറുണ്ടായിരുന്നു. കാരണം പ്രവാചകൻ ഇത്രമേൽ ഉപദ്രവിച്ച ഒരു മനുഷ്യന്റെ പേരിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വാപ്പയുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനുഷ്യർ പറയുക. അപ്പൊ ഇങ്ങനെ ഈ ഭാഗ്യം കിട്ടിയ മനുഷ്യന്മാർ, അങ്ങനെ കിട്ടിയ മനുഷ്യന്മാർ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ മരണപ്പെട്ടു പോകുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയും, അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ലോകത്താണ് റസൂലില്ലാത്ത ലോകത്ത് ഞങ്ങൾ ജീവിക്കാം എന്നവർക്ക് കഴിയുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് ഭ്രാന്തമായി ജൽപ്പിക്കുന്നു റസൂൽ മരിച്ചിട്ടില്ല എന്ന്. ബിലാൽ പ്രമാണം നാട് വിട്ടു പോകുന്നു. റസൂലിന്റെ മയ്യത്ത് കബറടക്കുന്ന കാലം വരെ പിന്നെ റസൂലില്ലാത്ത മണ്ണാണ് മദീന, റസൂലിന്റെ പിന്നെ ശരീരമില്ലാത്ത മണ്ണാണ് അറേബ്യ എന്ന് പറഞ്ഞ് വിലപിച്ച മനുഷ്യരെമ്പാടും ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. അബൂബക്കർ വിലപിക്കണമായിരിക്കും. അബൂബക്കറിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇപ്പൊ ഒരാൾ പള്ളിയിലേക്ക് വരും, അയാൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അള്ളാഹുവിന് തുറന്നു കൊടുക്കും. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കും. സഹാബിമാര് പലരും പുറകിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. സഹാബിമാര് നോക്കി നിൽക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു പള്ളിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് റസൂൽ പറയുന്നത്, അബൂബക്കർ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അദ്ദേഹത്തിന് മുന്നിൽ അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ അത്രമേൽ ചേർത്ത് പിടിച്ചതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് ഒരു കാലത്ത് റസൂലിനെ കൊല്ലാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ്. ഉമർ ഇബ്നു ഖത്താബ് അബൂ ലുലുൽ ഫൈറൂസിന്റെ വെട്ടേക്ക് കിടക്കുന്ന സമയത്ത്, മരണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ഇബ്നു ഉമറിനെ ആയിഷയുടെ അടുക്കലേക്ക് അയച്ചു. എന്തിനാണെന്നറിയോ? റസൂലിന്റെ അപ്പുറത്ത് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ പറ്റുമോ? റസൂലിന്റെ വീട്ടിലാണ് റസൂലിന്റെ കബർ. വലതുവശത്ത് അബൂബക്കർ, ഏകദേശം ആയിഷ മാറ്റിവെച്ചിട്ട് ആയിഷ മരിച്ചു കഴിഞ്ഞാൽ ആയിഷയുടെ കബർ റസൂലിന്റെ ചാരത്ത് തന്നെ ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുമുമ്പ് ഉമർ ഇബ്നു ഖത്താബ് മരിക്കാൻ പോകുന്നു. ഇതിനും ആയിഷയുടെ വീട്ടിലേക്ക് കൂടി, വാപ്പ മരണക്കിടക്കയിലാണ്, കൊണ്ട വെട്ടി കുറച്ച് ആഴത്തിലാണ്, മരിക്കും എന്ന് തോന്നുന്നു. വാപ്പയുടെ അന്തിമ വസിയത്താണ് റസൂലിന്റെ ചാര കിടക്കാൻ പറ്റുമോ എന്ന് ആയിഷ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഇടമാണ്. ഉമർ ഇബ്നു ഖത്താബിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാനാകും? അങ്ങനെ മരിക്കുന്ന വേളയിൽ പോലും, മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും റസൂലിന്റെ ചാരത്ത് കിടക്കണം എന്നാഗ്രഹിച്ച മനുഷ്യന്മാർ അങ്ങനെ ചരിത്രത്തിൽ എമ്പാടുമുണ്ടായിരുന്നു. അവരൊക്കെ റസൂൽ മനുഷ്യരായി കൺസിഡർ ചെയ്ത് ചേർത്ത് പിടിച്ച് തിരുത്തി, മനുഷ്യരെ, നിങ്ങൾ ഒരു കാലത്ത് ഈ നാട്ടിലെ മൊത്തം വൃത്തികളുടെയും പിന്നാലെ നടന്നതിന് ശേഷം ഇസ്ലാമിലേക്ക് ഒരു 23 വർഷക്കാലത്തിന്റെ ഇടവേളയിൽ നാട്ടിലെ ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ ഉന്നതികളെ എത്തുമ്പോൾ റസൂലിന്റെ പുറകിൽ ഉണ്ടായിരുന്ന മനുഷ്യരാണ് നിങ്ങളെ മാറ്റിപ്പെടുന്നത്. ഞാനാണ് എന്ന് റസൂലാണ് ഞങ്ങളെ തിരിച്ചത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അവർക്കൊന്നും റസൂല് മരിച്ചുപോയത് സങ്കല്പിക്കാൻ കഴിയാതിരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതെത്ര സമയം കഴിയില്ലേ? ഓക്കെ, ഞാനത് ഒറ്റ ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണേ. ഇവിടെ പിന്നെ ഈ അന്ധവിശ്വാസങ്ങളെ വിമർശിക്കുന്നതിൽ പ്രശ്നമല്ലോ ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലേ പിന്നെ ഈ റസൂലിന് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ അഭിഭാവകത്വം കൊടുത്ത് ചില വലിയമാർ, ചില മുരീദുമാർ, ഇവരൊക്കെ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിൽ ചില ആളുകൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഇത് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ മരണക്കിടക്കിൽ കിടക്കുന്ന സമയത്ത് മരിക്കാൻ പോകുന്നതിന് തൊട്ടുമുണ്ട് സഹാബന്മാരുടെ ഏറ്റവും അധികം പറഞ്ഞ വർത്തമാനങ്ങളിലെന്നാണ്. നിങ്ങൾ ഈ ജൂതന്മാരും ക്രൈസ്തവരും അവരുടെ പ്രവാചകന്മാരെ അവർ ദൈവങ്ങളാക്കിയതുപോലെ, അവരങ്ങനെ ആരാധനാ പാത്രങ്ങളാക്കിയതുപോലെ ഒരു കാരണവശാലും എന്റെ കബറ് വെച്ച് നിങ്ങൾക്ക് കളി കളിക്കാൻ നിൽക്കരുത്, എന്റെ മയ്യത്തിനെ വെച്ച് നിങ്ങൾക്ക് കളി കളിക്കാൻ നിൽക്കരുത്. റസൂൽ മരണക്കിടക്കിൽ കിടന്ന ഏറ്റവും അധികം സഹാബിമാരോട് ഉപദേശിച്ച ചില സമയത്ത് പ്രവാചകൻ കാലിങ്ങനെ ഇഴഞ്ഞ് മസ്ജിദ് നബവിയിലേക്ക് കയറി വരുന്ന സമയത്ത്, പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് പോലും പ്രവാചകൻ സഹാബിമാരോട് ഇടറിയ ശബ്ദത്തിൽ അവസാനം പറഞ്ഞ വർത്തമാനങ്ങളുള്ളൂ. നമ്മുടെ നാട്ടിൽ ചില മുരീദുമാർ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകന്മാർ കാണിക്കാത്ത മുഅ്ജിസത്തുകൾ വരെ ഭൂമിയിൽ കാണിച്ചു എന്ന് പറഞ്ഞ ചില ആളുകൾ. ഉദാഹരണത്തിന് ഇതൊക്കെ ചില ആളുകളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കി, റസൂലിനേക്കാൾ മുകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയും. 19ാം നൂറ്റാണ്ടിൽ വരെ ഇങ്ങനെ കറാമത്തുകൾ, മുഅ്ജിസത്തുകളെക്കാൾ വലിയ കറാമത്തുകൾ കാണിച്ച മനുഷ്യന്മാരുണ്ട് എന്ന് പറയും. കഥകൾ ഇറക്കുന്ന പുരോഹിതന്മാർ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് മുഹീദ്ദീൻ ഷേഖ്, നിങ്ങൾക്കറിയില്ലേ? ഇദ്ദേഹം 19ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യനൊന്നുമല്ല. ഇദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ചരിത്രമാണ് മുഹീദ്ദീൻ ഷേഖ്.
ഇദ്ദേഹത്തെ പ്രവാചകനേക്കാൾ മുകളിൽ ഉയർത്തി വെക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു കഥ പറയട്ടെ. ഒരു കഥയല്ല, ഒരു സംഭവമായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർ, പുരോഹിതന്മാർ പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു കഥയായിരുന്നു. മുഹീദ്ദീൻ ഷേഖ്, അദ്ദേഹത്തിന് ഇങ്ങനൊരു കറാമത്ത് ഉണ്ടായിരുന്നു. കറാമത്ത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? മുഹീദ്ദീൻ ഷേഖിന്റെ ഭൃത്യന്മാരിൽ ഒരാൾ അദ്ദേഹം മരണപ്പെട്ടുപോയി സമയത്ത് അയാളുടെ ഭാര്യ മുഹീദ്ദീൻ ഷേഖിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. മുഹീദ്ദീൻ ഷേഖിനോട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് വാപ്പയില്ലാതാകും, എനിക്ക് ഭർത്താവില്ലാതായി മാറും, അദ്ദേഹത്തിന്റെ ഉമ്മക്ക് മകനില്ലാതായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയ പടച്ചവനോട് ആ റൂഹ് തിരിച്ചു വരാൻ പറയണം എന്ന് മുഹീദ്ദീൻ ഷേഖിനോട് ഈ സ്ത്രീ വന്ന് പറഞ്ഞു. മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞു, വീട്ടിലേക്ക് വിട്ടോന്ന്. എന്താ പറഞ്ഞത്? വീട്ടിലേക്ക് വിട്ടോ എന്ന്. മലക്കൽ മൗത്ത് റൂഹ് പിടിച്ച് ആകാശത്തേക്ക് വരുന്ന സമയത്ത് മുഹീദ്ദീൻ ഷേഖ് ആകാശത്തേക്ക് പറഞ്ഞു. എന്നിട്ട് മലക്കൽ മൗത്തിനെ ഓവർടേക്ക് ചെയ്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഉച്ചക്ക് എന്റെ ഒരു വൃത്യന്റെ റൂഹ് പിടിച്ചിട്ടുണ്ടല്ലോ, ആ റൂഹ് തിരിച്ചു തരണം. മലക്കൽ മൗത്ത് പറഞ്ഞു, അള്ളാഹു പിടിക്കാൻ പറഞ്ഞു പിടിച്ച റൂഹാണത്. മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞു, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആ റൂഹ് എന്റെ കയ്യിൽ തരണം എന്ന്. മലക്കൽ മൗത്ത് മുഹീദ്ദീൻ ഷേഖും തമ്മിൽ 7-ാം ആകാശത്ത് വെച്ച് അടിപിടിയായി. അങ്ങനെ മലക്കൽ മൗത്ത് ഒരു കൊട്ടയിലാണ് റൂഹും പിടിച്ചിട്ട് ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടിപിടിക്കിടയിൽ അന്ന് പിടിച്ച റൂഹിന്റെ മുഴുവൻ കൊട്ടയിൽ താഴേക്ക് വീണു. മലക്കൽ മൗത്ത് അള്ളാഹിന്റെ അടുക്കലേക്ക് പോയി. അള്ളാഹിനോട് പറഞ്ഞു, മുഹീദ്ദീൻ ഷേഖ് എന്റെ അടുക്കലേക്ക് വന്നിരുന്നു, അദ്ദേഹത്തിന്റെ വൃത്തിന്റെ റൂഹ് തരണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കൊടുക്കാൻ കൂട്ടാക്കിയില്ല, നിന്റെ വിധിപ്രകാരമാണ് റൂഹ് പിടിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കൂട്ടാക്കിയില്ല. അവസാനം അദ്ദേഹത്തിന്റെ ഉള്ള തട്ടിക്കളിയിൽ, ഈ അടിപിടിയിൽ റൂഹുകൾ മുഴുവൻ താഴേക്ക് പോയി. അള്ളാഹ് മലക്കൽ മൗത്തിനോട് പറഞ്ഞത്രേ, മുഹീദ്ദീൻ ഷേഖ് ചോദിച്ച ഒറ്റ റൂഹ് കൊടുത്തിരുന്നെങ്കിൽ ബാക്കി റൂഹുകളെ മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചിട്ടായിരുന്നല്ലോ, കൊട്ടക്കകത്തുള്ള റൂഹന്നിൽ തരയണം എന്നിൽ മലക്കുൽ മൗത്തോട് പറഞ്ഞവർ. ഒരു കാലം വരെ നമ്മുടെ നാട്ടിലെ മുഹീദ്ദീൻമാരിൽ എഴുതി വെച്ചിരിക്കുകയും പിന്നെ നാട്ടുകാരും വിമർശിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കറാമത്തുള്ളൊരു മനുഷ്യൻ അള്ളാഹ് റൂഹ് പിടിക്കാൻ പറഞ്ഞ റൂഹിനെ തിരിച്ചു തരാൻ പറഞ്ഞൊരു വലിയ നിങ്ങളുടെ നാട്ടിലുണ്ടാവുക. റസൂൽ ചെയ്തിട്ടുള്ളത്. റസൂലിന്റെ സഹാബിമാര് ബദറിൽ മരിച്ചിറങ്ങുന്ന സമയത്ത് അള്ളാന്റെ റസൂല് മലക്കുൽ മൗത്തിനോട് പറയുക, ഈ റൂഹൊക്കെ തിരിച്ചു കൊടുക്ക്, ഹംസ മരിക്കരുത്, ഹംസത്തിന്റെ അഭിമുഖത്തിൽ ഹംസ മരിക്കരുത് എന്ന് റസൂൽ പറയാലോ. ഹദീജ, റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീയല്ലേ? ആയിഷ വിവാഹം കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹദീജയെ കുറിച്ച് ഓർമ്മകൾ പറയാറില്ലേ? റസൂൽ നിങ്ങൾ ആ സ്ത്രീയെ കുറിച്ച് കഥ പറയുന്ന ആയിഷ പറയാറില്ലേ? റസൂൽ അള്ളാഹുവിനോട് പറയാമല്ലോ, മലക്കുൽ മൗത്തിനോട് പറയാം, ഹദീജയുടെ റൂഹൊക്കെ പിടിക്കരുത് പറയാമല്ലോ. റൂഹ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന മുരീദന്മാർ, വലിയമാർ നമ്മുടെ നാട്ടിലുണ്ട്. അത്രേ റസൂലിനേക്കാൾ പടർന്നവർ. 2000 SLC പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു വലിയന്റെ ഏറ്റവും അടുത്താളായ ഒരു ഉസ്താദിന്റെ അടുക്കൽ കാണാൻ വേണ്ടിയിട്ട് SLC പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോയി. എന്നിട്ട് പറഞ്ഞു, SLC പരീക്ഷ ജയിക്കണം, SLC പരീക്ഷ ജയിക്കാൻ വീട്ടിൽ പോയി പഠിക്കണം, അപ്പൊ പ്രാർത്ഥിക്കണം. അപ്പോൾ ആൾ പറഞ്ഞു, എങ്കിൽ നാളെ വെള്ളിയാഴ്ചയാണ് CM മടവൂർ, നമുക്കറിയാം മടവൂർ, കോഴിക്കോടിലെ മടവൂരിൽ CM മടവൂർ എന്ന് പറഞ്ഞിട്ട് വലിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ചില പ്രാർത്ഥനകൾ നടത്താം, SLC പരീക്ഷ ജയിക്കുമെന്ന്. വെള്ളിയാഴ്ച പരീക്ഷാ ദിവസമാണ്. ഇയാളെയും കുട്ടിയെയും കൊണ്ട് CM മടവൂരിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പരീക്ഷയുടെ സമയത്ത് വണ്ടി കയറാൻ വേണ്ടി പോവാണ്. ബസ് കിട്ടിയില്ല. അങ്ങനെ കിട്ടിയ ബസ്സും പിടിച്ച് പോയ സമയത്ത് 12 മണിയായി, പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഉസ്താദിന്റെ അടുത്തേക്ക് കാണാൻ വന്നിട്ട് തെറി വിളിച്ചു ഉസ്താദിനെ, പരീക്ഷ പോയി, ഇനി അവിടെ ജയിക്കാൻ പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടാണ് CM മടവൂരിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത് അല്ലേ? ഉസ്താദ് പറഞ്ഞു, വീട്ടിലേക്ക് പോയിക്കോ, റിസൾട്ട് വന്നിട്ട് കാണാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ദേഷ്യത്തോടുകൂടി വീട്ടിൽ പോന്നു. റിസൾട്ട് വരുന്ന ദിവസം എത്തി, എഴുതാത്ത പരീക്ഷയും ജയിച്ചിരിക്കുന്നു. അങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി മധുരപലഹാരങ്ങളുമായി ഈ കുട്ടിയും പാത്തു എത്തി. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയാ പരീക്ഷ ജയിച്ചത് എന്ന്. അപ്പൊ ഈ ഉസ്താദ് പറയാണ്, പരീക്ഷ എഴുതിയത് CM മടവൂര്, റിസൾട്ട് ഉണ്ടാക്കിയതും CM മടവൂര്. UAE റാഷിദിയ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഉറപ്പായിട്ടും ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞ് സൈറൻ മുഴക്കിയ ഒരു ആംബുലൻസ് ഇങ്ങനെ റാഷിദിയ ഹോസ്പിറ്റലിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ രോഗിയുടെ അടുക്കൽ CM മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു മൗലവി ഉണ്ടായിരുന്നു, ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, CM മടവൂരിനെ വിളിക്കാം. പെട്ടെന്ന് ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആംബുലൻസിന്റെ വാതിൽ തുറന്നു. എന്നിട്ട് CM മടവൂർ നേരെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടെന്ന് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ടതില്ല. റാഷിദിയ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് പോയി. ഡോക്ടർമാർ ചോദിച്ചു, എന്തിനാണ് ഈ രോഗി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്.
റസൂലിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു കഥ കാണാൻ പറ്റുമോ? റസൂലിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു മോചിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? പറ്റുമോ? മലക്കൽ മൗത്തിന്റെ പിന്നാലെ പോയി ഓവർടേക്ക് ചെയ്ത് പിടിച്ചിട്ട് റൂഹിനെ തിരിച്ചെത്തിച്ച റസൂലും ചരിത്രം ഈസാ നബി മാത്രമേ ചരിത്രത്തിലുള്ളൂ മരിച്ചവരെ ജീവിപ്പിച്ചവർ. അതും അള്ളാഹുവിന്റെ നാട്ടിൽ മരിച്ചവരൊക്കെ ജീവിപ്പിച്ചിടത്തിലായിരുന്നു ഈസാ നബി ആയിരുന്നോ? നാട്ടിൽ ഇന്നാലിന്നോടെ മരിച്ചിട്ടുണ്ട്, ഇയാൾ പോകേണ്ട ആളല്ല, അതുകൊണ്ട് അയാൾക്ക് ജീവൻ കൊടുത്തേക്കാം എന്ന് ഈസാ നബി തീരുമാനിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പോകാം, പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല, മുരീദുമാര് വന്ന് പരീക്ഷ എഴുതിത്തന്ന് റിസൾട്ട് എടുത്തന്ന് പൊയ്ക്കോളും എന്ന് പറയുന്ന ഒരു കാലത്ത് പ്രവാചകന്റെ ചരിത്രം നാട്ടിൽ പറയുകയും പാടുകയും ചെയ്യുന്ന മനുഷ്യന്മാരാണ് പ്രവാചകന് മുമ്പിൽ വലിയമാരെയും കറാമത്തുകളെയും പ്രതീക്ഷിക്കുന്നത്. ഈ തിരിച്ചറിവ് കൂടെ അടിസ്ഥാനപരമായി നമുക്കുണ്ടാകും. റസൂലുമാർ ചരിത്രത്തിൽ എമ്പാടും മുഅ്ജിസത്ത് കാട്ടിയിട്ട് ഈ മുഅ്ജിസത്ത് കണ്ടുള്ള ഇസ്ലാമിലേക്ക് വരൂ എന്നൊന്നും അല്ല റസൂലുമാർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ മനുഷ്യർക്ക് ജീവൻ കൊടുക്കുന്നു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരെ അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞ് അവരുടെ വേദനകളെ കുറിച്ച് പറഞ്ഞ് അവർക്ക് ഭൂമിയിൽ അള്ളാഹുവിനെ പിൻപറ്റി ജീവിച്ചാൽ, അള്ളാഹു പറഞ്ഞ വർത്തമാനങ്ങളിൽ ജീവിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തെ കുറിച്ച് നിർത്തി നിങ്ങളുള്ള മേച്ചുകളിൽ നിന്ന് എങ്ങനെ മാറണം എന്നവരെ തിരുത്തിയിട്ടൊക്കെയാണ് പ്രവാചക മനസ്സിനവരെ കൊണ്ടത്. അല്ലാതെ ഇതുപോലെ ജീവൻ തിരിച്ചു കൊടുത്ത മുരീദന്മാർ അങ്ങനെ മലക്കിൽ വെച്ചിനെ ഓവർടേക്ക് പിടിച്ചിട്ടൊന്നും അല്ല ഭൂമിയിൽ ഇസ്ലാം വളർത്തിയത് എന്ന ബോധ്യം അടിസ്ഥാനപരമായി നമുക്കുണ്ടാകണം. ഇതേ പ്രവാചകനെ പോലും കൊണ്ടിരുത്താത്ത ഇടങ്ങളിലേക്കാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാരെ കൊണ്ടിരുന്നത്. ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ് എന്നോട് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പഠിച്ച പാഠങ്ങൾ, പ്രവാചകനെ കുറിച്ച വർത്തമാനങ്ങൾ, ഇതൊക്കെ ജീവിതത്തിന്റെ പാഠങ്ങളായിട്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റബീഉൽ അവ്വൽ